നമസ്കാരം. പ്രതിദിന എഡിറ്റോറിയൽ വിശകലന പരിപാടി ബിഗ് എഡിറ്റോറിയലിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. പുതുക്കിയ ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഭരണമുന്നണിയിൽ തുറന്നുവിട്ട ആഭ്യന്തര കലഹത്തിന് പരിസമാപ്തിയായോ? വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പന അനുവദിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം യുഡിഎഫിനെന്ന സതീശവാക്യം കേട്ട് എതിർപ്പിന്റെ പത്തി മടക്കിയോ ലീഗടക്കം ഘടകകക്ഷികൾ? ബജറ്റിൽ നികുതി ഇളവ് പ്രഖ്യാപിച്ച ശേഷം വിൽപ്പനയുടെ തീരുമാനം മുന്നണിക്ക് വിട്ട മുഖ്യമന്ത്രിയുടെ നിലപാട് രാഷ്ട്രീയ പരാജയമാണോ, അതോ ലീഗിനെ അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി എടുത്ത തന്ത്രപരമായ ഒരു പിന്മാറ്റമാണോ? ബജറ്റിൽ നികുതി ഘടന പ്രഖ്യാപിച്ച ശേഷമാണോ മുന്നണിയിൽ ചർച്ച നടത്തേണ്ടത്? വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ പേരിൽ ടീം യുഡിഎഫ് എന്ന ഭരണമുന്നണിയുടെ കെട്ടുറപ്പിൽ ആദ്യ വിള്ളൽ വീണു കഴിഞ്ഞു. ടീം യുഡിഎഫിൽ സുധീരൻ ഇപ്പോഴും ഒരു തിരുത്തൽ ശക്തിയായി ജ്വലിച്ചു നിൽക്കുകയാണോ, അതോ രാഷ്ട്രീയ ഗുരുവായ വി.എം. സുധീരൻ പറഞ്ഞാലും കൊടുത്ത ഇളവ് കൊടുത്തത് തന്നെ എന്ന നിലപാടിലോ മുഖ്യമന്ത്രി? ഇന്നത്തെ ബിഗ് എഡിറ്റോറിയലിൽ എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങളായ ന്യൂസ് ഡയറക്ടർ വേണു ബാലകൃഷ്ണൻ, എക്സിക്യൂട്ടീവ് എഡിറ്റർമാരായ എസ് വിജയകുമാർ, ജോഷി കുര്യൻ, കോർഡിനേറ്റിംഗ് എഡിറ്റർ ലക്ഷ്മി പത്മ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ജോഷി കുര്യനിലേക്ക്. ജോഷി കുര്യൻ, ഇന്നലെ പറഞ്ഞതൊന്നും ജോഷിക്ക് തിരുത്തേണ്ടി വരില്ല, കാരണം അതേ വഴിയിലേക്ക് ടീം യുഡിഎഫ് എത്തുകയാണ്. അല്ല, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ സുജയ, കാരണം അതിന് മാറ്റമൊന്നുമില്ല. കാരണം ടീം യുഡിഎഫിൻ്റെ വഴി അതുതന്നെയാണ്. കാരണം വി.ഡി. സതീശൻ പറഞ്ഞതിൽ അവർ വിശ്വാസത്തിലെടുക്കുകയാണ്. കാരണം യു ഡി എഫിൽ പൂർണ്ണമായും ചർച്ച ചെയ്തുകൊണ്ട് മാത്രമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് പോവുകയുള്ളൂ എന്ന് നിയമസഭയിൽ പറഞ്ഞത് അവർ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുകയാണ്. ഇന്നലെ നമ്മുടെ പാനലിസ്റ്റായ ലക്ഷ്മി പത്മയൊക്കെ ഇന്നലെ ഘോരം വാദിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇവരെല്ലാം കൂടി വി.ഡി. സതീശനെ കൂടി രാജിവെപ്പിക്കുമായിരിക്കുമെന്ന്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഇതിൽ 2-3 കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അതിലൊന്നാമത്തെ കാര്യം, ഈ വി.എം. സുധീരനാണല്ലോ ഈ പറയുന്ന നിയമസഭയിൽ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ബജറ്റ് ചർച്ചയിൽ ഈ പറയുന്ന മുഖ്യമന്ത്രി ഇത് ഞങ്ങൾ ഇവിടെ വെച്ച് തന്നെ ഇത് പിൻവാങ്ങുകയാണ് എന്ന് പറയണം എന്ന് വാശി പിടിച്ചത്. അങ്ങനെ വി.എം. സുധീരനെ ഒരു സൂപ്പർ പ്രതിപക്ഷ നേതാവാക്കി അവരോധിക്കേണ്ടതില്ല എന്നൊരു തോന്നൽ അത് വി.ഡി. ഗ്രൂപ്പിലുണ്ട്, കോൺഗ്രസിലുണ്ട്, കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കട അടക്കമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 2016 എങ്ങനെയാണ് അന്നത്തെ യു.ഡി.എഫ് സർക്കാരിനെ, ഉമ്മൻചാണ്ടിയെ വരച്ച വരയിൽ നിർത്താൻ, തൻ്റെ കരവലയത്തിൽ ഒതുക്കാനൊക്കെ തന്നെ എങ്ങനെയാണ് ശ്രമിച്ചത് ഈ സുധീരൻ. ആ സുധീരൻ സമാനമായ രീതിയിൽ തന്നെ ഇത്തവണയും ഇടപെടാൻ നോക്കുന്നു. അതിനങ്ങനെ കൈ അയച്ചു കൊടുക്കേണ്ടതില്ല എന്നൊരു തോന്നൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് കൂടിയാണ് അവർ ഇക്കാര്യത്തിൽ ഒരു വെടിനിർത്തലിലേക്ക് പോയത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മാത്രവുമല്ല, കുളം കലക്കേണ്ടുന്ന സമയമല്ല എന്ന് അവർക്ക് ബോധ്യമുണ്ട്. കാരണം ഭരണത്തിലേറിയിട്ടേ ഉള്ളൂ. മാത്രവുമല്ല, ഈ വി.ഡി. സതീശൻ പറഞ്ഞു താൻ യു.ഡി.എഫിൽ ചർച്ച ചെയ്ത് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് പോവുകയുള്ളൂ. യു.ഡി.എഫ് വേണ്ട എന്ന് പറഞ്ഞാൽ ഇല്ല, യു.ഡി.എഫ് വേണം എന്ന് പറഞ്ഞാൽ നിലവിലെ നിരവധി നികുതി ഘടനയിൽ പോവുക തന്നെ ചെയ്യും. അതിനുശേഷവും ഇത്തരത്തിൽ ഒരു കലാപക്കൊടി ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ അതൊരു പക്ഷേ വ്യാഖ്യാനിക്കപ്പെടുക നിലവിലെ മുഖ്യമന്ത്രിയിൽ യു.ഡി.എഫിന് വിശ്വാസമില്ല, കോൺഗ്രസിന് വിശ്വാസമില്ല എന്നൊരു ധ്വനി പൊതുസമൂഹത്തിൽ ഉണ്ടാക്കാൻ ഇടയാക്കും. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ തങ്ങൾ മിണ്ടാതിരിക്കുന്നതാണ് ഇപ്പോൾ യുക്തി എന്ന് കോൺഗ്രസ് നേതാക്കൾക്കടക്കം പൊതുവിൽ ഒരു തോന്നലുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ്. മാത്രവുമല്ല, നമുക്കറിയാമല്ലോ, ലീഗ് അടക്കമുള്ളവരാണ് ഈ പറയുന്ന വി.ഡി. സതീശനെ അധികാരത്തിലെത്തിക്കാൻ പ്രധാനമായും സഹായിച്ചത്. സഭകൾ സഹായിച്ചിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ വി.ഡി. സതീശനെ തുടക്കത്തിലെ പ്രതിരോധത്തിലാക്കുന്നത് ശരിയല്ല. വി.ഡി. സതീശൻ പറഞ്ഞല്ലോ, അതിൽ വിശ്വസിക്കാം. അതുകൊണ്ട് തങ്ങൾ ഒരു സമവായത്തിലേക്ക്, വെടിനിർത്തലിലേക്ക് പോകുന്നു എന്നുള്ളതാണ് സഭകളുടെ നിലപാട്. മാത്രമല്ല, വി.ഡിയുമായി ബന്ധപ്പെട്ട ക്യാമ്പ് അടക്കം ഇക്കാര്യങ്ങൾ ഈ ആളുകളെയൊക്കെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. സുജയ. എസ് വിജയകുമാർ, ഇവിടെ ഇപ്പോൾ ജോഷി പറഞ്ഞത് ജനാധിപത്യപരമായ ഒരു പിന്മാറ്റം അത് വി.ഡി. സതീശൻ നടത്തിക്കഴിഞ്ഞപ്പോൾ മുന്നണി ഒന്നാകെ ആ തീരുമാനത്തിനൊപ്പം നിന്നു എന്നുള്ളതാണ്. അതായത് ഒരു സ്വേച്ഛാധിപത്യ സർക്കാരല്ല എന്ന് വി.ഡി. സതീശൻ തെളിയിച്ചിരിക്കുകയാണ്. മുന്നണിയിൽ ചർച്ച ചെയ്യും. അതായത് മുതിർന്ന നേതാവായ സുധീരൻ അടക്കമുള്ളവർ, ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ അവരൊക്കെ മുന്നോട്ട് വെച്ച ആശങ്കകൾ കേൾക്കാനും അന്തിമ തീരുമാനം മുന്നണിക്ക് വിടാനും കാണിച്ച ആ ജനാധിപത്യ മര്യാദയെ സ്വാഗതം ചെയ്തുകൊണ്ട് ടീം യു.ഡി.എഫ് ആയി നിൽക്കുന്നതാണോ ഇന്നത്തെ പകൽ നമ്മൾ കാണുന്നത്? ഈ മദ്യ വിഷയത്തിൽ യു.ഡി.എഫിനകത്ത് ചർച്ച നടക്കുമെന്ന് വി.ഡി. സതീശൻ പറയാനിടയായ സാഹചര്യം എന്താണ് സുജയ? അത് അതിശക്തമായ എതിർപ്പ് ബജറ്റ് നിർദ്ദേശങ്ങളോട് അനുബന്ധിച്ച് വി.എം. സുധീരൻ തുടങ്ങി വെച്ചു. മറ്റു പല നേതാക്കളും പല സാമൂഹ്യ സംഘടനകളും ഈ വിഷയത്തിൽ വലിയ വിയോജിപ്പ് അറിയിച്ചപ്പോഴാണല്ലോ അത്തരമൊരു തീരുമാനത്തിലേക്ക് വി.ഡി. സതീശൻ എത്തിയത്. വി.ഡി. സതീശൻ ഇത് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കുന്നതിന് അനുമതി നൽകാനും അതിന് നികുതി നിർണ്ണയിക്കാനുമാണല്ലോ തീരുമാനമെടുത്തത്. അപ്പോൾ അതിന്റെ കഴിഞ്ഞ സർക്കാർ കൊണ്ടുവന്ന ആ നയം
അപ്പാടെ പാലിക്കാനാണല്ലോ തീരുമാനിച്ചത്. അപ്പോൾ വി എം സുധീരൻ പറഞ്ഞതിന് ഒരു വിലയുമില്ല എന്ന് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? വി എം സുധീരൻ പറഞ്ഞതിനാണ് വില വന്നത്. വി എം സുധീരന്റെ എതിർപ്പിന്റെ പശ്ചാത്തലത്തിലാണ് വി ഡി സതീശൻ അത് യു ഡി എഫ് ചർച്ച ചെയ്യട്ടെ, യു ഡി എഫ് വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വേണ്ടെന്ന് വെച്ചേക്കാം, വേണമെന്ന് പറഞ്ഞാൽ ഇതാണ് നികുതി എന്നതിലേക്ക് തീരുമാനം മാറ്റിയത്. അതുകൊണ്ട് വി എം സുധീരൻ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയില്ല, അദ്ദേഹത്തിന് ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന വാദം ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നതേ അല്ല. അദ്ദേഹം ഉയർത്തിയ വലിയ വിയോജിപ്പ് തന്നെയാണ് ചർച്ചയ്ക്കുള്ള തീരുമാനമെടുക്കാൻ വി ഡി സതീശനെ പ്രേരിപ്പിച്ചത് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് നാളെയും വി എം സുധീരന്റെ വാക്ക് അത് നേരത്തെ വി ഡി സതീശൻ പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞ വാക്ക് പോലെയല്ല. വി എം സുധീരൻ ഒരു വാക്ക് പറയുന്നുണ്ടെങ്കിൽ ആ വാക്കിന് വിലയുണ്ട്, ആ വാക്കിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം കേരളത്തിലെ ജനങ്ങൾ പരിശോധിച്ചാൽ അറിയാം. അങ്ങനെ പറഞ്ഞത് ഇടയ്ക്ക് വെച്ച് കളഞ്ഞിട്ട് പോകുന്ന നേതാവോ മനുഷ്യനോ പൊതുപ്രവർത്തകനോ അല്ല വി എം സുധീരൻ. അദ്ദേഹത്തിന്റെ നിലപാടുണ്ട്, അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. ഇപ്പൊ ഇവിടെ നിലപാടുകളുടെ രാജകുമാരൻ എന്നൊക്കെ പറഞ്ഞ് കിരീടം എടുത്ത് വെച്ചിരിക്കുന്നത് ആർക്കാണ് ആ കിരീടം ചേരുക എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് മറ്റൊന്നാണ്. ഇപ്പോൾ സമസ്തയോടും അല്ലെങ്കിൽ ഈ KCBC നേതാക്കളോടും ഇന്ന് രാവിലെ മാധ്യമപ്രവർത്തകർ ചോദിച്ച ഘട്ടത്തിൽ ഞാൻ വിചാരിച്ചു അവരുടെ മറുപടി കേട്ടത് ഈ പാൽവില വർധന സംബന്ധിച്ച് എന്തോ പ്രതികരണമാണ് അവർ നടത്തുന്നത് എന്നാണ്. സർക്കാരിന് നയപരമായ തീരുമാനമെടുക്കാമല്ലോ എന്നാണ് സമസ്ത അധ്യക്ഷൻ പറയുന്നത്. എത്ര വിചിത്രമായ വാദമാണ്! 2016 മുതൽ 2026 വരെ കഴിഞ്ഞ സർക്കാർ എടുത്ത മദ്യനയത്തോടുള്ള ഈ സംഘടനകളുടെ പ്രതികരണം എന്തായിരുന്നു? ഞാൻ ഒന്നൊന്നായി പറയാം, സമയം ചുരുക്കി ഞാൻ പറയാം. ഈ മദ്യശാലകളുടെ ദൂരപരിധി വിഷയത്തിൽ കേരളത്തിൽ മദ്യവിരുദ്ധ സദസ്സ് നടത്തിയാണ് അതിനോട് സമസ്ത നേതാക്കൾ പ്രതികരിച്ചത്. സമസ്ത വ്യാപകമായി അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ മദ്യവിരുദ്ധ സദസ്സ് നടത്തി. ഈ പഴവർഗ്ഗങ്ങളിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം എന്ന് വെച്ചാൽ അത് ഹോട്ട് വൈൻ ഉൽപ്പാദിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചു. കേരളത്തിലെ കർഷകരെ സഹായിക്കാനാണെന്നാണ് അന്ന് സർക്കാർ പറഞ്ഞത്. അന്ന് സംസ്ഥാന നേതൃത്വം പറഞ്ഞ എന്താണെന്ന് അറിയാമോ? കാർഷിക മേഖലയെ സഹായിക്കാൻ എന്ന പേരിൽ മദ്യനിർമ്മാണം പ്രോത്സാഹിപ്പിക്കരുത്, അത് മദ്യവ്യാപനത്തിനെതിരാകും, മദ്യവ്യാപനത്തിന് വഴിയൊരുക്കും എന്നാണ് സമസ്ത പറഞ്ഞത്. അപ്പോൾ ഈ വീര്യം കുറഞ്ഞ മദ്യം വില കുറച്ചു കൊടുക്കാനുള്ള ഇപ്പോൾ ഈ സർക്കാരിന്റെ പ്രപ്പോസൽ അതപ്പോൾ മദ്യവ്യാപനത്തിന് വഴിയൊരുക്കില്ല എന്നാണോ സമസ്ത പറയുന്നത്? KCBC മദ്യവിരുദ്ധ സമിതി പറഞ്ഞത് സുജയൻ അപ്പം അവസാനിപ്പിക്കാം. 2016 മുതൽ 2026 വരെ മദ്യവ്യാപനം കൂടി എന്നാണ് പറയുന്നത്. അപ്പൊ 2026 വി ഡി സതീശൻ മുന്നോട്ട് വെച്ച ഈ പ്രപ്പോസൽ മദ്യവ്യാപനം കുറയ്ക്കുമോ? എന്താണ് ഇപ്പോൾ ഈ സഭാ നേതൃത്വത്തിനും സമസ്തയ്ക്കുമൊക്കെ പെട്ടെന്ന് വി ഡി സതീശന്റെ നിലപാട് അത് നയപരമായ തീരുമാനം, സർക്കാരിന് അത് സ്വാതന്ത്ര്യമുണ്ട്, സർക്കാർ എടുത്തോട്ടെ എന്ന ഉദാര സമീപനം. അപ്പോൾ LDF സർക്കാരിനോട് തീക്ഷ്ണമായ ഏറ്റുമുട്ടൽ, UDF സർക്കാരിനോട് മൃദു സമീപനം, സമവായം, അനുരഞ്ജനം, അങ്ങനെയുണ്ട് ഒരു വിഷയത്തിൽ. അങ്ങനെയുണ്ടെങ്കിൽ അത് തുറന്നു പറയട്ടെ. ഇപ്പം ആദം നീ എവിടെയാകുന്നു എന്ന് പുസ്തകം എഴുതിയ വി ഡി സതീശനോടുള്ള KCBCയുടെ സമീപനമാണോ നമ്മൾ ഈ കണ്ടത്? അങ്ങനെയാണെങ്കിൽ അത് തുറന്നു പറയണം. അപ്പോൾ ഇവിടെ ഒരു പന്തിയിൽ രണ്ട് വിളമ്പെന്ന് നമ്മൾ പറയുന്നില്ലേ? അതാണ് യഥാർത്ഥത്തിൽ സമസ്തയും KCBC മദ്യവിരുദ്ധ സമിതിയും ഒക്കെ സ്വീകരിക്കുന്നത്. മദ്യം സംബന്ധിച്ച വിഷയത്തിൽ ഒറ്റ നിലപാട് ഉറച്ചു പറഞ്ഞത് വി എം സുധീരൻ തന്നെയാണ്. ഇവിടെ അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. സമസ്തയ്ക്കും KCBCക്കും പോലും അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല വി ഡി സതീശന് മുന്നിൽ എന്നതാണ് ഈ പകൽ നമ്മൾ കണ്ട കാഴ്ച. സുജയ പാർവതി. വേണുഗോപാലകൃഷ്ണൻ, ഇന്നലത്തെ പ്രതികരണങ്ങളെല്ലാം വിദേശ മദ്യത്തിന്റെ വീര്യത്തോടെ ആയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അതൊരു ബിയറിന്റെയോ വൈനിന്റെയോ വീര്യം പോലും ഇല്ലാത്ത തരത്തിലേക്ക് മാറുന്നത് ഒരു രാത്രി ഇരുണ്ട് വെളുക്കുമ്പോഴേക്കാണ്. എന്ത് വിസ്മയമാണ് ഇതിനിടയിൽ സംഭവിച്ചത്? ഇത്രയധികം പിന്തുണ വി ഡി സതീശനിലേക്ക് കേന്ദ്രീകരിക്കാൻ മാത്രം. ഇന്നലെ നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ ഈ വി എം സുധീരൻ ഒരു സൂപ്പർ പ്രതിപക്ഷ നേതാവാകുന്നു, പിൻസീറ്റ് ഡ്രൈവിങ്ങിന് ശ്രമിക്കുന്നുവെന്ന് ജോഷി കുര്യൻ പറഞ്ഞു. അതുപോലെ തന്നെ സുജയ പാർവതി പറയുകയുണ്ടായി ഖണ്ഡിതമായിട്ട് ഫിനാൻസ് ബില്ല് വരുമ്പോൾ ഈ നികുതി നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്ന്. ഇന്നത്തെ ദിവസത്തിൽ നമ്മളിപ്പോൾ വീണ്ടും ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോഴും അതിനകത്ത് ചില രാഷ്ട്രീയ സൂചനകളാണ് തുടർന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടതും. ഇവിടെ ഇപ്പോൾ വി എം സുധീരനെ എങ്ങനെ നേരിടണം എന്ന കാര്യത്തിലൊരു കൂടിയാലോചന, ഒരു രാഷ്ട്രീയ കൂടിയാലോചന കോൺഗ്രസിനകത്ത്, മുന്നണിക്കകത്ത് സ്വാഭാവികമായും ഉണ്ടായിട്ടുണ്ടാകും. കാരണം ഈ ഘട്ടത്തിൽ വി എം സുധീരൻ പ്രതികരിച്ചതിലെ ഒരു പിഴവ് സംഭവിച്ചിരിക്കുന്നത്, ഒരു മുഖ്യമന്ത്രിക്ക് വന്നിട്ട് 36-37 ദിവസം മാത്രമായിരിക്കുന്ന ഒരു സർക്കാരാണ്, അതിലൊരു മുഖ്യമന്ത്രിക്ക് ഒരു അന്ത്യശാസനം നൽകുന്നു വി എം സുധീരൻ. ജൂലൈ 1-ാം തീയതിയിലെ ഫിനാൻസ് ബില്ലിൽ ഇന്ന കാര്യങ്ങൾ ഉണ്ടാകരുത്. അവിടെ സുധീരന് പിഴച്ചു. കാരണം അത് ഈ സർക്കാരിനെ ശിഥിലീകരിക്കുന്ന ഒരു നീക്കമാണ്. സ്വാഭാവികമായും അത് അഭികാമ്യമല്ല ഈ സർക്കാരിന്, പാർട്ടിക്ക്, മുന്നണിക്ക്. ഇപ്പോൾ സമാനമായൊരു നിലപാട് വിജയകുമാറൊക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ കടുത്ത നിലപാട് KPCC അധ്യക്ഷനായിരിക്കുന്ന ഘട്ടത്തിൽ വി എം സുധീരൻ എടുത്തിട്ടുണ്ട്. അതികായനായ ഉമ്മൻചാണ്ടിക്കെതിരെ തന്നെയായിരുന്നു ആ യുദ്ധം.
പക്ഷേ എടുത്ത കാലം ഏതായിരുന്നു? അത് 2014 എന്ന് വെച്ചാൽ ആ ഗവൺമെൻറ് വന്ന് ഏതാണ്ട് 3 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിൽ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു. ഒരു പക്ഷേ തുടർഭരണ സാധ്യതയൊക്കെ ഉണ്ട് എന്നവർ കരുതിയിരുന്ന ഘട്ടത്തിൽ അടപടലം തോൽക്കാനുള്ള കാരണമാകുന്ന ഒന്നായി ഈ സുധീരൻ്റെ ഒറ്റയാൻ സമരം എത്തുന്നു. അപ്പോൾ 10 കൊല്ലം കഴിഞ്ഞിട്ട് എന്താ പറയേണ്ടത്? അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു ഭരണമാണ്. ഇനി ഒരു ദീർഘകാലത്തേക്ക് വനവാസത്തിന് പോകാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് ഭരണം എന്നത് അമൂല്യമാണ്, സമരമല്ല ഇവിടെ അമൂല്യം. ആ ബോധ്യം UDF ഏകോപിപ്പിക്കുന്നു. അവിടെ VM സുധീരൻ ഒറ്റപ്പെടുന്നു. എന്നാൽ VM സുധീരൻ പൂർണ്ണമായും പിൻവാങ്ങുമോ? നിശ്ചയമായും ഇല്ല. ഇന്ന് അദ്ദേഹം പ്രതികരിക്കില്ല എന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പക്ഷെ അദ്ദേഹം ഒരു കാര്യം ചെയ്തു. പിണറായിക്ക് ഒരു ഫേസ്ബുക്ക് മറുപടി എഴുതി. അവിടെ വലിയ ജാഗ്രത VM സുധീരൻ കാണിച്ചിട്ടുണ്ട്. പിണറായിക്ക് മാത്രമാണ് മറുപടി. ഒപ്പം M ലിജുവിനെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ പറയുന്ന ലിജു DCC പ്രസിഡന്റായിരിക്കുന്ന ഘട്ടത്തിൽ അവിടെ കരിമണൽ വിരുദ്ധ സമരത്തിന് അദ്ദേഹവും ഭാഗഭാക്കായി എന്ന്. കരിമണൽ മാത്രമാണ് പിണറായി ഫേസ്ബുക്കിൽ ചൂണ്ടിക്കാട്ടിയത്. അതിന് മാത്രമാണ് VM സുധീരന്റെ മറുപടി. പിന്നെ 2001 സർക്കാരിന്റെ വിവാദമായ നീക്കങ്ങളുമൊക്കെ VM സുധീരൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സമരകാലം അത് 2014 2001 മുതൽ ഇത്തരം വിഷയങ്ങളിലുണ്ട് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ മറുഭാഗത്ത് നിൽക്കുന്ന പല ആളുകളും അന്ന് ഏത് ഭാഗത്തായിരുന്നു എന്ന ചരിത്രവും സുധീരൻ ഓർമ്മിപ്പിക്കുന്നു, ലിജുവിനെ അടക്കം. ലിജു ഒരു പുതുനാമ്പാണല്ലോ, പക്ഷേ ഒഴുകഴിവ് കൊടുക്കുന്നില്ല. അങ്ങനെ പറയുമ്പോൾ സുധീരൻ ചെയ്യുന്നൊരു വിവേകമുണ്ട്. ഇന്നലെ കാട്ടാതിരുന്നൊരു വിവേകം അദ്ദേഹം ഇന്നത്തെ പ്രവൃത്തിയിലൂടെ കാട്ടിയിട്ടുണ്ട്. എന്താണ്? ഈ വിഷയത്തിൽ സജീവമായി തന്നെ താൻ ഉണ്ടാകുമെന്ന്. തൽക്കാലം പിണറായിക്കുള്ള മറുപടി എന്ന നിലയിലാണ്. മദ്യം പിണറായി പറയാത്തതുകൊണ്ട് അദ്ദേഹവും പറയാത്ത വിവേകവും കാട്ടിയിരിക്കുന്നു. അപ്പോൾ സ്വയം ചില അതിർവരമ്പുകൾ ഉണ്ടാക്കി വിവേകപൂർവ്വം നീങ്ങുന്ന ഒരു സുധീരനായിരിക്കും നാം വരും നാളുകളിൽ കാണാൻ പോവുക. എന്തായാലും സുധീരൻ യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല. പക്ഷേ യുദ്ധത്തിന് സുധീരൻ തിരഞ്ഞെടുത്ത സമയം തെറ്റായിരുന്നു എന്ന് കോൺഗ്രസ്, UDF, ഈ UDF അധികാരത്തിലെത്തിച്ച വിവിധ സാമുദായിക ഘടകങ്ങൾ അവരെല്ലാം ഒറ്റ ശ്വാസത്തിൽ ഒറ്റ സ്വരത്തിൽ ഇന്ന് പറയുന്നു. ലക്ഷ്മി പത്മ, ഭരണപരമായ ഏകോപനം ആദ്യ മാസത്തിൽ തന്നെ ഒരു പാളിച്ചയായി VD സതീശന് വന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു തിരുത്തിന് താൻ തയ്യാറാണ് എന്ന് ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളോട് പറഞ്ഞ് അവരെ മയപ്പെടുത്താൻ, സഭകളെ, സമുദായ നേതാക്കളെയൊക്കെ മയപ്പെടുത്തി കൂടെ കൊണ്ടുപോകാൻ VD സതീശന് ഒറ്റ ദിവസം കൊണ്ട് കഴിഞ്ഞു എന്നാണോ നമ്മൾ കരുതേണ്ടത്? അതോ മദ്യനയം വരുന്നത് വരെ കാത്തിരിക്കാം, മദ്യനയം വരുമ്പോൾ എന്തായിരിക്കും പ്രകടന പത്രികയിൽ പറഞ്ഞത് അതുതന്നെ ഉൾപ്പെടുത്തും എന്നുള്ള ഒരു കൃത്യമായ ഉറപ്പ് കൊടുത്തതാണോ? എന്തായിരിക്കാം ഇതിനിടയിൽ ഈ 24 മണിക്കൂറിനിടയിൽ സംഭവിച്ചിട്ടുണ്ടാവുക? സുജയ, ഉറപ്പായും VD സതീശൻ ഒരു കൺവിൻസിംഗ് സ്റ്റാർ തന്നെയാണ്. അദ്ദേഹം ഈ വിഷയത്തിലും കൺവിൻസ് ചെയ്യുന്ന നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഇന്ന് മാർ ജോസഫ് പാംപ്ലാനി ആണെങ്കിലും ജിഫ്രി മുത്തുക്കോയ തങ്ങളാണെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് വന്ന് പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ VD സതീശൻ തന്നെയാണ് ഇവരെ കൃത്യമായി രംഗത്തിറക്കിയിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. മുഖ്യമന്ത്രിയുടേത് ഭാവാത്മകമായ ഒരു സമീപനമായിരുന്നു എന്നാണ് മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ട് മാർ ജോസഫ് പാംപ്ലാനി പറയുന്നത്. അദ്ദേഹത്തിന്റെ സ്വരത്തിൽ കാർക്കശ്യമില്ല. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നത് ഇത് സർക്കാരിന്റെ നയമാണല്ലോ, സർക്കാരിന്റെ നയം സർക്കാർ തീരുമാനിക്കണം, സമസ്ത എപ്പോഴും മദ്യത്തിനെതിരാണ് എന്ന് പറഞ്ഞ് വളരെ വിവേകപൂർണമായിട്ടുള്ള വളരെ സൗമ്യമായ ഒരു പ്രതികരണം. നേരത്തെ S വിജയകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ഇവരൊന്നും ഈ സമീപനമായിരുന്നില്ല സ്വീകരിച്ചിരുന്നത് എന്നത് നമുക്ക് മുന്നിലുണ്ട്. ഇവിടെ ധനബില്ലിൽ വരുന്നതോടുകൂടി ഇത് നിയമമാകും എന്ന കാര്യം ഉറപ്പാണ്. VD സതീശൻ അതിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് ഒരു പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചത് VM സുധീരൻ പറയുന്നത് കേട്ട് ഇത്തരം എതിർപ്പുകൾ വരുന്നത് VM സുധീരന്റെ മാത്രമല്ലല്ലോ, സഭകളടക്കം ഇങ്ങനെ എതിർപ്പുമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ധനബില്ലിൽ നിന്ന് ഒഴിവാക്കും എന്നാണ് വിചാരിച്ചത്. അങ്ങനെയല്ല, ധനബില്ലിൽ ഈ നികുതി ഇളവ് ഉൾപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അറിയേണ്ടത് എന്താണ് സർക്കാരിന്റെ എക്സൈസ് നയം എന്നുള്ളതാണ്. എക്സൈസ് നയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയാണ് നിലപാടെങ്കിൽ ഒരു പക്ഷേ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പന അനുവദിക്കുന്ന നിലയിലേക്ക് എക്സൈസ് നയം മാറിയേക്കാം. അത് ഉടനെ അല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു നയത്തിലേക്ക് മാറുവാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം ഇനി ഇതൊരു നിയമമാകുന്നതോട്
കൂടി തന്നെ മദ്യ കമ്പനികൾക്ക് കോടതിയെ സമീപിക്കുവാനുള്ള സാധ്യത തുറന്നു കിട്ടുകയാണ്. മാത്രമല്ല, കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു അനുകൂല നിർദ്ദേശമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഈ വീര്യം കുറഞ്ഞ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോ ഒരു പുതിയ ഡ്രിങ്കിങ് കാറ്റഗറി ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ തന്നെ വീര്യം കൂടിയ മദ്യം ഉപയോഗിക്കുന്ന, വളരെ ഹെവി മദ്യപാനം നടത്തുന്ന പലരും അവരുടെ മദ്യ ഉപഭോഗം ഈ രീതിയിലേക്ക് ലൈറ്റ് ആകുവാനുള്ള ഒരു സാധ്യത തിരിച്ചുമുണ്ട്. അങ്ങനെയും പറയാം. ഒരു പക്ഷേ കോടതിയുടെ ഭാഗത്ത് നിന്ന് അത്തരം നിർദ്ദേശങ്ങൾ വന്നാൽ വളരെ വേഗം തന്നെ സതീഷിന് അതിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയും. അതുകൊണ്ടാണ് ഈ നികുതി ഇളവിനെ ധനബില്ലിൽ ഉൾപ്പെടുത്തുവാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത്. അടുത്ത ബജറ്റ് അടക്കം ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ തന്നെയാണ് സാധ്യത. എല്ലാവരെയും കൺവിൻസ് ചെയ്യാനുള്ള ശ്രമത്തിൽ തന്നെയായിരിക്കും വി ഡി സതീശനുള്ളത്. പ്രത്യേകിച്ചും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി അടക്കം ചൂണ്ടിക്കാട്ടിയാൽ ലീഗ് അതിനോട് വഴങ്ങും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. തങ്ങളടക്കം വിയോജിപ്പ് രേഖപ്പെടുത്തി എന്ന് പറയുമ്പോഴും തങ്ങൾ എത്ര മൈൽഡായിട്ടാണ് അതിനോട് പ്രതികരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. ആശങ്ക ദൂരീകരിക്കണം. ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ട് പോകുമ്പോൾ മദ്യനികുതി ഇളവ് കൊടുത്തതിലെ സമൂഹത്തിലുള്ള ആശങ്ക ദൂരീകരിക്കണം എന്ന് പറയുന്ന വളരെ മൈൽഡായ ഒരു പ്രതികരണമാണ്. അതുകൊണ്ട് ലീഗ് അടക്കം ഈ വഴിയിലേക്ക് തന്നെ, ഈ വീര്യം കുറഞ്ഞ വഴിയിലേക്ക് തന്നെ വരും എന്നാണ് ഞാനിപ്പോൾ കരുതുന്നത്. സുജയ, ഓക്കെ, അപ്പോൾ ഒരു കൺവിൻസിംഗ് സ്റ്റാറായി വി ഡി സതീശൻ തുടരുന്നു എന്നാണ് ലക്ഷ്മി പറഞ്ഞ് അവസാനിപ്പിച്ചത്. എന്റെ അഭിപ്രായത്തിലേക്ക് വരാം, ഇടവേള. കുറഞ്ഞ മദ്യത്തിന്റെ നികുതിയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഇപ്പോൾ ഇതിനകം തന്നെ പങ്കുവച്ച വാദങ്ങൾ പ്രേക്ഷകർ ഇതിനകം തന്നെ ഉൾക്കൊണ്ടിട്ടുണ്ടാകും. മുഖ്യമന്ത്രിയുടെ നിലപാട്, വി ഡി സതീശൻ ഒരു അബ്കാരി പോളിസി അല്ലെങ്കിൽ ഒരു മദ്യനയമല്ല കൊണ്ടുവന്നിരിക്കുന്നത് എന്നത് പൊതുജനത്തിനും മുന്നണിക്കുള്ളിലുള്ളവർക്കും പൂർണ്ണമായും ബോധ്യപ്പെടുന്നതിന്റെ ഒരു പ്രതിഫലനമാണ് ഇന്നത്തെ അവരുടെ പ്രതികരണങ്ങളിൽ കണ്ടതായി ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഒരു മദ്യനയം പൂർണ്ണാർത്ഥത്തിൽ UDF സർക്കാർ കൊണ്ടുവരുമ്പോൾ ഇന്ന് എക്സൈസ് മന്ത്രി എം ലിജു അത് വളരെ കൃത്യമായി തന്നെ വിശദീകരിക്കുകയും ചെയ്തു. മദ്യനയം വരുമ്പോൾ അതിലുണ്ടാകും പ്രകടന പത്രികയിൽ എന്താണോ UDF പറഞ്ഞു വെച്ചത്, എന്ത് ചൂണ്ടിക്കാട്ടിയാണോ വോട്ട് തേടിയത്, അതിന് അനുസൃതമായി തന്നെയുള്ള ഒരു മദ്യനയം UDF കൊണ്ടുവരും എന്ന ഉറപ്പാണ് എക്സൈസ് മന്ത്രി എം ലിജു നൽകിയത്. അതോടൊപ്പം തന്നെ ഈ ബെക്കാടി കമ്പനിക്ക് ഒറ്റയ്ക്ക് ആ ഫയൽ നീക്കി, അതല്ലെങ്കിൽ അതിവേഗം ആ ഫയലിന് ജീവൻ വെപ്പിച്ചു എന്നൊക്കെയുള്ള പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് എം ലിജുവിന്റെ കൃത്യമായ മറുപടിയും നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതായത് ഇനി ആ അപേക്ഷ വരേണ്ടത് എക്സൈസ് മന്ത്രിയായ എന്റെ മുന്നിലേക്കാണ് എന്നാണ് എം ലിജു പറയുന്നത്. അപ്പോൾ അതിന് അപേക്ഷ കൊടുക്കണോ വേണ്ടയോ എന്ന് എക്സൈസ് മന്ത്രിയായ എം ലിജു തീരുമാനിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എക്സൈസ് വകുപ്പ് അറിയാതെ, എക്സൈസ് മന്ത്രി അറിയാതെ ബക്കാടി കമ്പനിയുടെ ഫയൽ നീക്കി അവർക്ക് അനുമതി കൊടുക്കാൻ സാധിക്കില്ല എന്നത് വ്യക്തമാണ്. അതായത് വിയോജിപ്പുകൾ അവശേഷിക്കുന്നുണ്ട്. പക്ഷേ മദ്യനയത്തിലേക്ക് എത്തുന്നതുവരെ ഈ ഫയൽ നീക്കത്തിൽ ഇപ്പോൾ കാണിച്ച ഈ തിടുക്കം ഇനി വി ഡി സതീശന് ആവർത്തിക്കാൻ കഴിയില്ല. അതായത് ഒന്നേ ചെയ്തുള്ളൂ. ഇനി അതുപോലൊരു നീക്കം ഈ വിഷയത്തിൽ നടത്താൻ വി ഡി സതീശന് സാധിക്കില്ല എന്നതാണ് ഇതുവരെ ഉണ്ടായതിന്റെ ഒരു രത്ന ചുരുക്കമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ സംസ്ഥാനത്ത് പൂർണ്ണ മദ്യനിരോധനം പ്രായോഗികമല്ല എന്നത് നമുക്ക് അതിനു മുൻപ് എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് ചാരായ നിരോധനം കൊണ്ടുവന്ന കാലമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ പൂർണ്ണമായ ഒരു മദ്യനിരോധനം നമ്മുടെ സംസ്ഥാനത്ത് പ്രായോഗികമല്ല. നല്ല ഇനം മദ്യം ലഭ്യമാക്കിയില്ലെങ്കിൽ വ്യാജമദ്യ ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പ്രായോഗികമായ നടപടികൾ ഈ പുതിയ കാലത്ത് ആവശ്യമാണ്. കാരണം കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ വീര്യം കുറഞ്ഞ മദ്യം ഇതേ രീതിയിൽ വിൽക്കുന്നുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ ചെയ്യാൻ കഴിയുന്ന എന്താണ്? നമ്മുടെ തലമുറ, നമുക്ക് മുമ്പുള്ള തലമുറ, നമുക്ക് ശേഷം ഇപ്പോൾ ഉള്ള തലമുറ, ഈ പാനലുകളിൽ ഉള്ളവരുടെ പ്രായം വെച്ചാണ് ഞാൻ പറയുന്നത്, അവർക്ക് മദ്യത്തിന്റെ ഉപഭോഗത്തിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ്. പുതിയ തലമുറ വീര്യം കുറഞ്ഞ മദ്യം ഉപയോഗിക്കുന്നവരുടെ എണ്ണം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കൂടുതലാണ്. അവരുടെ പാർട്ടിയിങ്ങിൽ അവർ ഈ ഒരു സോഷ്യൽ ഡ്രിങ്കിങ് എന്ന് പറയുന്നത് അവരുടെ ഒരു ജീവിതശൈലിയുടെ ഭാഗമായി മാറിയിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് കുപ്പിയുടെ പുറത്ത് എഴുതി വെച്ചാലും അതേ കുപ്പി വാങ്ങി വീട്ടിൽ പോകുന്ന ഒരു തലമുറയിൽ പെട്ടവരാണല്ലോ നമ്മളെല്ലാവരും. അപ്പോൾ ആരോഗ്യകരമായ ആഘാതം കുറയ്ക്കാൻ കടുത്ത ലഹരിയുള്ള 42% ആൽക്കഹോൾ ഉള്ള പാനീയങ്ങളിൽ നിന്ന് റെഡി ടു ഡ്രിങ്ക് ഓപ്ഷൻസിലേക്ക് ജനങ്ങളെ മാറ്റുക എന്നതാണ് ഇപ്പോൾ സാധ്യമായ ഒരു ഘടകം എന്നുള്ളത്, അല്ലെങ്കിൽ കാര്യം എന്നുള്ളത് ഘടകകക്ഷികളെ ബോധ്യപ്പെടുത്താൻ ഒരുപക്ഷെ വി ഡി സതീശന് സാധ്യമായിട്ടുണ്ടാകാം. മാത്രമല്ല LDF സർക്കാരിന്റെ കാലത്ത് ഈ തീരുമാനമെടുത്തു, പക്ഷേ അത് നടപ്പാക്കിയില്ല. നടപ്പാക്കൽ അവർ വൈകിപ്പിക്കുകയോ അല്ലെങ്കിൽ ആ ഫയൽ നീക്കം ക്ലോസ് ചെയ്യണം. നിങ്ങൾ നടപ്പാക്കാൻ ആലോചിക്കുന്നില്ല എങ്കിൽ എന്തുകൊണ്ടാണ്, എവിടെ നിന്നാണ് ഈ ഫയൽ വി ഡി സതീശൻ എടുത്തത്? ജനറേറ്റ് ചെയ്ത ഒരു ഫയലല്ല. നേരത്തെ എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു ഫയൽ വിളിച്ചു വരുത്തുകയാണ് ചെയ്തത്.
ചെയ്തത്. ആ വിളിച്ചു വരുത്തിയതിന്റെ വേഗമൊക്കെ മുന്നണിക്കുള്ളിൽ ചർച്ചയായതാണ്, ജനങ്ങളും ചർച്ച ചെയ്തതാണ്, ഞാൻ അത് ആവർത്തിക്കുന്നില്ല. പക്ഷേ ആ ഫയൽ ഒറിജിനേറ്റ് ചെയ്തത് എവിടെ നിന്നാണ്? കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ്. അവിടെ ആ ഫയൽ ഉണ്ടായിരുന്നു, അത് തീർപ്പാക്കിയിട്ടില്ല, ക്ലോസ് ചെയ്തിട്ടില്ല, അത് വേണ്ടെന്ന് വെച്ചിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ആ ഫയൽ വി ഡി സതീശൻ വിളിച്ചു വരുത്താൻ സാധിച്ചത്, അതിന്മേൽ തീരുമാനമെടുക്കാൻ കഴിഞ്ഞത്. LDF സർക്കാരിന് കൃത്യമായ തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ നടപ്പാക്കുന്നില്ല എന്ന് പറഞ്ഞത് ക്ലോസ് ചെയ്യാമായിരുന്നല്ലോ. നമ്മൾ എങ്ങനെയാണ് ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്നത്? വേണ്ടെന്ന് വെച്ചാൽ അത് ആ ഫയൽ തന്നെ ക്ലോസ് ചെയ്ത് നടപടികൾ പൂർണ്ണമായി നിർത്തിവെക്കാമായിരുന്നു. അത് ചെയ്തില്ല. അത് ചെയ്യാതെ വി ഡി സതീശനെ പഴിച്ചിട്ട് കാര്യമില്ല. മാത്രമല്ല ബെക്കാഡി പോലെയുള്ള ക്ഷമിക്കണം ബെക്കാഡി പോലെയുള്ള കമ്പനികളുമായിട്ടുള്ള പ്രാഥമിക ചർച്ചകളൊക്കെ ഇടത് സർക്കാരിന്റെ കാലത്ത് നടന്നതാണ്. ചട്ട ഭേദഗതിയും ചർച്ചകളും തുടങ്ങി വെച്ചതിന് ശേഷമുള്ള ഫയലാണ് വി ഡി സതീശൻ ഓപ്പൺ ചെയ്തത്. അതിൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിട്ടുണ്ട്. പ്രമുഖ മൾട്ടിനാഷണൽ മദ്യ കമ്പനിയെ സഹായിക്കാനുള്ള താല്പര്യം തന്നെയാണത്. അതിൽ എനിക്കും ഒരു സംശയവുമില്ല. പിന്നെ ലഹരിയിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി ഈ തീരുമാനം മാറുമോ എന്ന് ചോദിച്ചാൽ അത് മാറും. വീര്യം കുറഞ്ഞ മദ്യം ശീതളപാനീയം പോലെ നമ്മുടെ ചെറിയ കുട്ടികൾ മുതൽ എടുത്ത് കുടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അതിനാവശ്യമായ കൃത്യമായിട്ടുള്ള മദ്യാസക്തി ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള നീക്കങ്ങളാണ് വേണ്ടത്. അപ്പോൾ മുൻ എക്സൈസ് കമ്മീഷണറായ ഋഷിരാജ് സിംഗിന്റെ കത്തുകളൊക്കെ ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നുണ്ട്. വിമർശകരൊക്കെ ചൂണ്ടിക്കാട്ടുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങളും കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ സമസ്തയെ ഇവിടെ പരാമർശിച്ചു, KCBCയെ പരാമർശിച്ചു. അവർക്ക് എതിർക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇത് മാത്രമാണ്. അപ്പോൾ UDF ചർച്ച ചെയ്ത് രാഷ്ട്രീയ തീരുമാനമെടുക്കും, അന്തിമ തീരുമാനം UDFന്റേതാണ് എന്ന് കൃത്യമായി വി ഡി സതീശൻ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ തീരുമാനം ഏകപക്ഷീയമല്ല എന്നത് വി ഡി സതീശന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. പക്ഷേ VM സുധീരൻ പ്രതീക്ഷിച്ച രീതിയിൽ ബില്ലിൽ നിന്ന് അത് മാറ്റുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഇതിൽ അന്തിമ തീരുമാനം UDF എടുക്കുമ്പോൾ മദ്യനയം എന്നത് ഒരു മാതൃകാപരമായ മദ്യനയം ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ്. അങ്ങനെ ആവുകയും വേണം. കാരണം പ്രകടന പത്രികയിൽ മുന്നോട്ട് വയ്ക്കുന്ന ഗ്യാരന്റികൾ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ നയങ്ങളാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് എങ്കിൽ നിങ്ങളെ പിന്നെ എങ്ങനെയാണ് ജനം വിശ്വസിക്കുക? അതുകൊണ്ട് എക്സൈസ് മന്ത്രി M ലിജുവിനോടുള്ള അഭ്യർത്ഥന, ഈ മദ്യനയം തയ്യാറാക്കുമ്പോൾ അക്കാര്യത്തിൽ ഇടപെട്ട് കൃത്യമായ അഭിപ്രായം തന്നെ പറഞ്ഞുകൊണ്ട് വേണം ആ നയരൂപീകരണവുമായി മുന്നോട്ട് പോകാൻ. ഇന്ന് അദ്ദേഹം കാണിച്ച ആർജവം അത് മുന്നണിക്കുള്ളിൽ ക്യാബിനറ്റിനുള്ളിൽ ചർച്ച വരുമ്പോഴും അതേ രീതിയിൽ തന്നെ കാട്ടിയാൽ ഒരു നല്ല മദ്യനയം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. അല്ലാതെ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും ചെയ്തു വെച്ചതിന്റെ ഒരു തുടർച്ചയ്ക്ക് വേണ്ടിയല്ല വി ഡി സതീശനെ മുഖ്യമന്ത്രിയായും UDFനെ ഭരണകക്ഷിയായും അധികാരത്തിൽ എത്തിച്ചിരിക്കുന്നത് എന്നതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. ചർച്ചയിലേക്ക് അല്ല, ലക്ഷ്മി മുമ്പേ എന്താണ് വളരെ ആശങ്കയോടുകൂടി കുറച്ച് ഹൈപ്പോത്തിക്കേറ്റഡായി ഇനി ഇതവാ അത് ഈ ഫിനാൻസ് ബില്ലിൽ ഇതങ്ങ് എന്താണ് ഇതങ്ങ് എല്ലാം അങ്ങ് പാസ്സാക്കിയാൽ ഈ പറയുന്ന മദ്യക്കമ്പനിയായ ബെക്കാഡി കോടതിയിൽ പോയി അവർ അനുകൂല ഉത്തരവ് സമ്പാദിക്കില്ലേ? അങ്ങനെ സമ്പാദിച്ചാൽ നമ്മുടെ നാട്ടിൽ പെട്ടിക്കടകളിൽ എന്നവണ്ണം ഈ കുട്ടികളൊക്കെ ഇത് കുടിക്കില്ലേ? അല്ല, ഞാൻ പറഞ്ഞു തീർക്കട്ടെ, ഞാൻ പറഞ്ഞു തീർക്കാൻ അനുവദിക്കില്ല ലക്ഷ്മി, പറഞ്ഞു തീർക്കട്ടെ. അങ്ങനെ ഒരു ആശങ്കയില്ലെങ്കിൽ ആശങ്കയല്ല. ലക്ഷ്മി മുമ്പേ പറഞ്ഞായിരുന്നു. ഞാൻ മറ്റൊരു സംശയം അതിനകത്ത് ഞാൻ ചോദിച്ചോട്ടെ. ഈ പറയുന്നത് പാസ്സാക്കുന്നു, ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന ആരാണ് ഈ പറയുന്ന ബെക്കാഡി കമ്പനി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനി ഹൈക്കോടതിയിലേക്ക് പോകുന്നു, ഇതിലുണ്ട്, ഞങ്ങൾക്ക് വിൽപ്പന അനുമതി, ഞങ്ങൾ സർക്കാരിനെ സമീപിച്ചിട്ടും ഞങ്ങൾക്ക് അനുമതി നൽകുന്നില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ പോകുന്നു എന്ന് കരുതുക. ആ സമയത്ത് സർക്കാരിന് പറയാൻ നിലവിലത്തെ അവസ്ഥയിൽ ഗ്രൗണ്ട് എന്താണ്? ഞങ്ങളൊരു മദ്യനയം രൂപീകരിച്ചിട്ടില്ല. ഞങ്ങളുടെ മദ്യനയം രൂപീകരിക്കുമ്പോഴാണ് ഈ വർഷത്തെ 2026-27 സാമ്പത്തിക വർഷത്തെ മദ്യനയം രൂപീകരിക്കുമ്പോഴാണ് എങ്ങനെ വിൽപ്പന നടത്തണമെന്ന കാര്യത്തിൽ ഞങ്ങൾ തീരുമാനിക്കുക, ഏതൊക്കെ എവിടെയൊക്കെ വിൽപ്പന നടത്തണമെന്ന കാര്യം തീരുമാനിക്കുക. ഞങ്ങളുടെ മദ്യനയം തീരുമാനിച്ചിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ വിൽക്കണം എന്ന് അവകാശപ്പെടാൻ അവകാശമില്ല. ഇനിയിപ്പോൾ ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ, ഞാനൊന്ന് പറഞ്ഞു തീർത്തിട്ടാണ് ഇത് കയറിപ്പറ. അതായത് അങ്ങനെ കരുതി ഇപ്പൊ കോടതി പറയുകയാണെന്ന് വിചാരിക്കുക, അല്ല പിന്നെ ബെക്കാഡി നിങ്ങൾ അത് പോയി വിറ്റോ എന്ന് പറഞ്ഞാൽ എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വിൽക്കാൻ പറ്റുമോ? വിൽക്കാൻ പറ്റില്ല. ആർക്കാണ് ഇതിന്റെ വിൽപ്പന നിയന്ത്രണാവകാശം ലക്ഷ്മി അറിയാവോ? അതിന്റെ ബെഫ്കോയ്ക്കാണ്. എന്തുകൊണ്ടാണ്? ബെഫ്കോയാണ് ഇന്റന്റ് തയ്യാറാക്കുന്നത്. ബെഫ്കോയാണ് പറയുന്നത് ഏതൊക്കെ മദ്യം വാങ്ങണമെന്ന് തീരുമാനിക്കുന്നത് ബെഫ്കോയാണ്. ലക്ഷ്മി ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ, ചുമ്മാ കയറി പറയാതെ. ബെഫ്കോയ്ക്കാണ് ഇതിന്റെ അവകാശമുള്ളത്. ബെഫ്കോയാണ് സംസ്ഥാനത്തെ ബാറുകളിലേക്ക് ഈ മദ്യം അവരുടെ ആവശ്യമനുസരിച്ച് എത്തിച്ചു കൊടുക്കുന്നത്. ബെഫ്കോയാണ് ഏതൊക്കെ മദ്യം സംസ്ഥാനത്ത് വിൽക്കണം എന്ന് തീരുമാനിക്കുന്നത്. ബെഫ്കോയെ നിയന്ത്രിക്കുന്നത് ആരാണ്? സംസ്ഥാന എക്സൈസ് വകുപ്പാണ്. അവർ തീരുമാനിക്കാതെ ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാവില്ലല്ലോ. അതിനർത്ഥം എന്ന് പറയുന്നത് അങ്ങനെ ഒരു കോടതി ഉത്തരവ് കൊണ്ട് വന്നാലും ഏതു മദ്യം സംസ്ഥാനത്ത് വിൽക്കണം, ഏതൊക്കെ ആരൊക്കെ കുടിക്കണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് ബെഫ്കോയാണ്. ബെഫ്കോയ്ക്കാണ് അധികാരം. ബെഫ്കോയെ നിയന്ത്രിക്കുന്ന സംസ്ഥാന സർക്കാരാണ്. അങ്ങനെ ഉത്തരവുമായിട്ട് വന്നാലൊന്നും
ഞങ്ങളുടെ മദ്യം വാങ്ങി വിറ്റേ പറ്റൂ എന്ന് പറയാനുള്ള അവകാശം ഈ പറയുന്ന ബെക്കാഡി കമ്പനിക്കില്ല. കോടതി അങ്ങനെ പോവുകയുമില്ല എന്നാണ് കരുതുന്നത്. രണ്ടാമത്തെ കാര്യം, ബാറുകളിൽ വിൽക്കുന്നത് ബെഫ്കോയിൽ നിന്നുള്ള മദ്യമാണെന്നേ, അല്ലാതെ അവർ പുറത്തുനിന്ന് ഈ ബെക്കാഡി കമ്പനിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരികയില്ല. മൊത്ത വിതരണം ബെഫ്കോയ്ക്ക് തന്നെയാണ്. പക്ഷേ ജോഷി പറയുന്നത് പോലെ ഈ സർക്കാരിന് ബെക്കാഡിയോട് എന്തെങ്കിലും ഒരു കോടതി പറയുകയാണ് ഇവിടെ ഇങ്ങനെ ബില്ലുണ്ടല്ലോ, നിയമമാണല്ലോ, നയത്തിനേക്കാൾ മേളില് കേരള നിയമസഭ പാസാക്കിയ നിയമം തന്നെയാണ് ഒരു സർക്കാരിന്റെ നയത്തിനും മേലെ നിൽക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല ലക്ഷ്മി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്. ഏത് മദ്യം വിൽക്കണം വിൽക്കണ്ട എന്ന് തീരുമാനിക്കേണ്ട ധാർമ്മികമായ അവകാശം, അതിന്റെ ഔദ്യോഗികമായ ഉത്തരവാദിത്തം ബെഫ്കോയ്ക്കാണ്. ബെഫ്കോയാണ് തീരുമാനിക്കുന്നത് ഏത് മദ്യം കോടതിക്ക് ഇത് ഇന്ന മദ്യക്കമ്പനിയുടെ മദ്യം വിൽക്കണമെന്ന് പറയാൻ അവകാശമില്ല. അവിടെ ഒരു വിവേചനത്തിന്റെ, അതായത് ആ ഒരു ഘട്ടത്തിൽ അവിടെ എവിടെയെങ്കിലും അവിടെ ഒരു വിവേചനത്തിന്റെ കാര്യം വരികയാണെങ്കിൽ മാത്രമേ കോടതിക്ക് കമ്പനി ഇതിന്റെ ഒരു ഘടന മനസ്സിലാക്കണം. ജോഷി, ലക്ഷ്മി, ഇതിന്റെ ഒരു ഘടന മനസ്സിലാക്കണം. എങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഒരു സംസ്ഥാന എക്സൈസ് വകുപ്പിനെ ഞാൻ നേരത്തെ കോട്ട് ചെയ്ത് അതുകൊണ്ടാണ്. അതിൽ എക്സൈസ് കമ്മീഷണർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. ലക്ഷ്മി പത്മ, കേരളത്തിൽ ഒരു പുതിയ മദ്യ ബ്രാൻഡ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മദ്യ ബ്രാൻഡ് അവർക്ക് ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്യാനും അതിന് വിൽപ്പന പെർമിറ്റ് വേണം. വിൽപ്പന പെർമിറ്റ് നൽകാനുമുള്ള നിയമപരമായ അതോറിറ്റി എന്ന് പറയുന്നത് എക്സൈസ് കമ്മീഷണറാണ്. അല്ലാതെ ധനമന്ത്രിയോ മുഖ്യമന്ത്രിയോ എക്സൈസ് മന്ത്രിയോ ഒന്നുമല്ല, എക്സൈസ് കമ്മീഷണറാണ്. എക്സൈസ് വകുപ്പാണ് മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട പെർമിറ്റുകൾ നൽകുന്നതും മദ്യനയം രൂപീകരിക്കുന്നതും. പറയട്ടെ ലക്ഷ്മി, നിങ്ങൾ പറഞ്ഞു പോകുന്നത്, നിങ്ങൾ ചർച്ച ചെയ്തത് കോടതിയിൽ പോയി ബെക്കാഡി അങ്ങ് നേടിയെടുക്കുമെന്നാണ്. പക്ഷേ പെർമിറ്റ് കൊടുക്കണം ലക്ഷ്മി, ഇത് മനസ്സിലാക്കണം. പെർമിറ്റ് കൊടുക്കണം. പെർമിറ്റ് ഇല്ലാതെ ബെക്കാഡിക്ക് എങ്ങനെയാണ് ഇവിടെ വരാൻ കഴിയുക? ബെക്കാഡിക്ക് മാത്രമായിട്ടുള്ള ഒരു നികുതി ഇളവെന്നല്ലോ പറഞ്ഞത്. ഇത് കൃത്യമായി പറഞ്ഞത് എന്താണ്? ലക്ഷ്മി, സാഹചര്യം, ഞാൻ വസ്തുതയാണ് പറയുന്നത്. ലക്ഷ്മി, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ഞാനൊന്ന് പറയട്ടെ ലക്ഷ്മി. പൂർത്തിയാക്കാൻ സമ്മതിക്കൂ ലക്ഷ്മി. ലക്ഷ്മി പറഞ്ഞോളൂ. അതിനു മുൻപ് ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ഇത്ര ശരവേഗത്തിൽ പോകുവാൻ അത് ബെക്കാഡിക്ക് വേണ്ടി ചെയ്യാൻ ഇന്നലെ പറഞ്ഞതല്ലേ പറ്റിയെങ്കിൽ കോടതിയുടെ ഭാഗത്ത് നിർദ്ദേശമുണ്ടായാൽ അത് ന്യായമായി എടുത്തുകൊണ്ട് സർക്കാർ അങ്ങനെ വിൽക്കാൻ പറ്റില്ലെന്നേ. കോടതിയുടെ ഭാഗത്ത് നിർദ്ദേശം അങ്ങനെ വിൽക്കാൻ പറ്റില്ലെന്നേ. പെർമിറ്റ് വേണം. അതിന്റെ കാരണം എന്ന് പറയുന്നത് എന്ത് വിൽക്കണം വിൽക്കണ്ട എന്ന് ഇവരോട് നിർദ്ദേശിക്കാൻ കോടതിക്കാവില്ല. പെർമിറ്റ് വേണമെന്ന് അറിയാം സുജയ, പക്ഷേ അതിന്റെ മറവിൽ, അതിന്റെ ഇളവിൽ ഈ കാര്യം ചെയ്യാൻ സർക്കാരിന് കഴിയുമെന്നാണ് പറയുന്നത്. അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും സർക്കാരിനെ സംബന്ധിച്ച്. പെർമിറ്റ് ഉണ്ടോ? പെർമിറ്റ് ഇല്ല. പിന്നെങ്ങനെയാണ്? ഇല്ല. അതല്ലേ പറഞ്ഞേ, ബേസിക് ഡാറ്റ മനസ്സിലാക്കൂ. അതാണ് ഞാൻ പറയുന്നത്. എന്നെ പൂർത്തിയാക്കാൻ അനുവദിക്കൂ. എക്സൈസ് വകുപ്പിന്റെ നിയമപരമായ സാധ്യതയെ കുറിച്ചാണ് ബഹുമാനം കാണിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. ആ ബ്രാൻഡ് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഇത് സുജയ് പറയുന്നത് കേട്ടാ തോന്നുന്നു ഇവിടെ മദ്യം വിൽക്കുന്നത് വേറെ ഏതെങ്കിലും കോടതി അനുമതിയോടെയാണ് എന്ന് ഞാൻ ധരിച്ചു വെച്ചിരിക്കുന്നു. അങ്ങനെ അല്ല. അതെനിക്ക് അറിയാം എങ്ങനെയാണ് ഇവിടെ കേരളത്തിൽ മദ്യം വിൽക്കുന്നത്. എനിക്കറിയാം. കമ്പനി കോടതിയിൽ പോയാൽ അങ്ങനെയല്ല. ഒരു കോടതിയിൽ പക്ഷേ അങ്ങനെ ഒരു സാധ്യതയെ കുറിച്ച് എന്താ സുജയ് ചിന്തിക്കാൻ പറ്റാത്തത്? എസ് വിജയകുമാർ, ലക്ഷ്മി പത്മ ഇവിടെ പറഞ്ഞ ഒരു കാര്യം, അതിൽ മറുപടി പറയാൻ ലക്ഷ്മി പത്മ പറയുന്ന ഭാഗം മാത്രം ഉയർന്നു കേൾക്കാൻ വേണ്ടി എനിക്ക് അത്രയ്ക്ക് ശബ്ദം ഉയർത്താൻ പറ്റാത്തത് കൊണ്ടാണ്. എസ് വിജയകുമാർ പറഞ്ഞോളൂ. എനിക്ക് ശബ്ദം അത്രയ്ക്ക് ഉയർത്താൻ പറ്റാത്ത ഒരു ശാരീരിക ബുദ്ധിമുട്ടുമുണ്ട്. സുജയ, ഇതില് ഇപ്പോ കോടതിയിൽ പോകുന്ന സാഹചര്യം നിങ്ങൾ ജോഷിയും സുജയും ചൂണ്ടിക്കാട്ടിയതുപോലെ അല്ല. അതായത് ബെക്കാഡി കമ്പനിക്ക് ഇപ്പോൾ ബജറ്റിൽ ഈ പറയുന്ന നികുതി നിർദ്ദേശം നടപ്പിൽ വരുന്നു, ബജറ്റ് പാസ്സാകുന്നു, ഫിനാൻസ് ബില്ലിൽ കണ്ടീഷൻ ഒന്നുമില്ലാതെ ഈ നികുതി നിർദ്ദേശം അംഗീകരിക്കുന്നു. ഞാൻ പറയുന്ന ഉപാധികളില്ലാതെ ബജറ്റിൽ പറയുന്നത് പോലെ നികുതി നിർദ്ദേശം ഫിനാൻസ് ബില്ലും അംഗീകരിക്കുന്നു. ഫിനാൻസ് ബില്ലും ബജറ്റ് നിയമസഭ പാസ്സാക്കുന്നു. അതോടുകൂടി ഈ പറയുന്ന വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കമ്പനിക്ക് നിയമപരമായ തടസ്സമില്ലാതാകുന്നു. ആ ഘട്ടത്തിലാണ് പെർമിറ്റിന് വേണ്ടി എക്സൈസ് വകുപ്പിനെ ആ കമ്പനി സമീപിക്കുന്നത്. ലിജു പറഞ്ഞ ഓഫീസറെ സമീപിക്കുന്നത്. ലിജുവിന്റെ മേശപ്പുറത്തേക്ക് ആ ഫയൽ വരുന്നത്. അപ്പോൾ അത് വിൽക്കാൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല, ഇവിടെ നയമില്ല എന്ന് മന്ത്രി ഫയൽ എഴുതുന്നു. ബെക്കാഡി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ അപേക്ഷ നിരാകരിക്കപ്പെടുന്നു. ആ ഘട്ടത്തിലാണ് ആ കമ്പനി കോടതിയിലേക്ക് പോകുന്നത്. അവിടെയാണ് വാദം നടക്കുന്നത്. ആ കമ്പനിയുടെ പ്രധാനപ്പെട്ട വാദം എന്താണ്? കേരള നിയമസഭ പാസ്സാക്കിയ നികുതി, ഫിനാൻസ് ബിൽ അംഗീകരിച്ച നികുതി ഒടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങളെ വിൽക്കാൻ അനുവദിക്കണം. ആ ഘട്ടത്തിലാണ് കോടതി സർക്കാരിനോട് ചോദിക്കുന്നത്, നിങ്ങൾ
ഇവിടെ നികുതി വാങ്ങാൻ തീരുമാനിച്ചു, ബജറ്റ് പാസ്സാക്കി, നിങ്ങൾ ഉപാധികളൊന്നുമില്ലാതെ ഫിനാൻസ് ബിൽ അംഗീകരിച്ചു, പിന്നെ എന്തുകൊണ്ട് ബക്കാഡിയുടെ അപേക്ഷ നിരാകരിച്ചു എന്ന ചോദ്യത്തിന് സർക്കാർ എന്താണ് മറുപടി പറയാം? അവിടെ ലീഗലി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോ മദ്യനയം എന്നത് നിയമസഭ പാസ്സാക്കിയതാണല്ലോ. ഈ നികുതി നിയമസഭ പാസ്സാക്കിയതാണല്ലോ. ആ നികുതി അടിസ്ഥാനത്തിൽ അവർക്ക് നികുതി വാങ്ങി ആ കമ്പനിക്ക് കേരളത്തിൽ വിൽക്കുന്നതിന് നിയമ തടസ്സമില്ല. കോടതി ആ നിലയിൽ അതിനെ സ്വീകരിച്ചാൽ ബക്കാഡി കമ്പനിയുടെ അപേക്ഷ പരിഗണിക്കേണ്ടിയും തീരുമാനമെടുക്കേണ്ടി വരും. അങ്ങനെ കോടതി ഉത്തരവിട്ടാൽ ബിവറേജസ് കോർപ്പറേഷനാണ് പിന്നെ എന്ത് ന്യായം പറഞ്ഞിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ ലോഡ് ഇറക്കില്ല എന്ന് പറയുന്നത്? അങ്ങനെ പറയാൻ ബെപ്കോയ്ക്ക് കഴിയില്ല. ഒരു സെക്കൻഡ്, അല്ലെങ്കിൽ ബെപ്കോ സുപ്രീം കോടതിയിൽ പോയി ഈ ഹൈക്കോടതി ഉത്തരവിനെതിരെ ഒരു ഉത്തരവ് വാങ്ങണം. അതല്ലാതെ ഈ ഹൈക്കോടതി ഉത്തരവ് വാങ്ങിക്കൊണ്ട് ചെല്ലുന്ന ബെക്കാഡിക്ക് ഞങ്ങൾ നിങ്ങളുടെ ഈ പറയുന്ന പറയാൻ കഴിയില്ല. പറയൂ. മദ്യവ്യാപാരം മൗലിക അവകാശമാണോ? ഫണ്ടമെന്റൽ റൈറ്റ് ആണോ? മദ്യവ്യാപാരം മൗലിക അവകാശമാണോ? മദ്യവ്യാപാരം മൗലികാവകാശമാണെന്ന വാദം ഞാൻ ഉന്നയിച്ചില്ല. ഞാൻ പറഞ്ഞത് വളരെ സിമ്പിൾ ആണ്. നിയമസഭ പാസ്സാക്കിയ നികുതി ഫിനാൻസ് ബിൽ ഒരു കമ്പനിക്ക് കേരളത്തിൽ എസ് വിജയകുമാർ, ഈ വിഷയത്തിൽ എന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഞങ്ങൾക്ക് മദ്യം വിൽക്കാൻ അനുമതി വേണം എന്ന് പറഞ്ഞുകൊണ്ട് ബെക്കാഡി കമ്പനിക്ക് കോടതിയെ സമീപിച്ച് അനുകൂല ഉത്തരവ് നേടാൻ കഴിയില്ല. കാരണം അതൊരു സർക്കാരിന്റെ നയപരമായ തീരുമാനമാണ്. ബെക്കാഡി ബ്രീസർ എന്ന് പറയുന്ന ബ്രാൻഡ് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അത് വിൽക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നതാണ് സർക്കാരിന്റെ നയമെങ്കിൽ അത് വിൽക്കാൻ കഴിയില്ല. കോടതിക്ക് ഇതിൽ ഇടപെടാൻ പരിമിതമായ അവകാശം മാത്രമേ ഉള്ളൂ. കാരണം മദ്യവ്യാപാരം ഒരു മൗലികാവകാശമല്ല. കണ്ടൻഷൻ ഉണ്ടെങ്കിൽ ലക്ഷ്മിയോടല്ല എസ് വിജയകുമാറിനോടാണ് കോടതി വ്യവഹാരം. അങ്ങനെയാണ് സുജി. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിച്ചത്? ബെക്കാഡി വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ്. ആ കമ്പനിക്ക് പറയാണ് ഞങ്ങളുടെ കയ്യിൽ വീര്യം കുറഞ്ഞ മദ്യം ഉണ്ട്, ആ നികുതി നിങ്ങൾ വാങ്ങി വിൽക്കാൻ ഞങ്ങളെ അനുവദിക്കണം. ശരി, അപ്പോൾ ഇതിൽ ഫിനാൻസ് ബില്ല് പാസ്സായതാണല്ലോ ബെക്കാഡി കമ്പനിക്ക് കോടതിയിൽ പോകാനായിട്ടുള്ള ഒരു ശിലാഫലകമായി, ആധാരരേഖയായി ഇവിടെ ലക്ഷ്മി പത്നിയും എസ് വിജയകുമാറും ചൂണ്ടിക്കാട്ടുന്നത്. ഫിനാൻസ് ബില്ല് പാസ്സാകുന്നത് നികുതി ഘടന നിയമമാക്കാൻ മാത്രമാണ്, നിയമപരമാക്കാൻ മാത്രമാണ് സഹായിക്കുന്നത്. എന്നാൽ വിപണിയിൽ മദ്യം വിൽക്കാനായിട്ട് ഔദ്യോഗികമായിട്ടുള്ള അനുമതികൾ, ആ കടമ്പകൾ കടന്നേ മതിയാകൂ. നികുതി സ്ലാബ് മാത്രമാണ് ധനബില്ല്. ബജറ്റിൽ പ്രഖ്യാപിച്ച വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് ഈ ഫിനാൻസ് ബില്ല് പാസ്സാകുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അത് പ്രാബല്യത്തിൽ വരും. പക്ഷേ ബില്ലിലൂടെ സർക്കാർ ചെയ്യുന്നത് നികുതി നിരക്ക് നിശ്ചയിക്കുക മാത്രമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക കമ്പനിയുടെ, ഇവിടെ ഈ സോക്കോൾഡ് ബെക്കാഡി ബ്രീസറിന് വിൽപ്പനാനുമതി നൽകുകയല്ല. വിൽപ്പനാനുമതി തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ പോകണമെന്നുണ്ടെങ്കിൽ അതിൽ കണ്ടീഷൻസ് വേണം. വിൽപ്പനാനുമതി നൽകുന്ന കണ്ടീഷൻസ് അതിൽ വന്നിട്ടില്ല. ബജറ്റിലും കൊടുത്തിരിക്കുന്നത് നികുതി നിർദ്ദേശമാണ്. ആ ബജറ്റിലെ നികുതി നിർദ്ദേശത്തിലും കണ്ടീഷൻസ് പറഞ്ഞിട്ടില്ല. ഇനി പുതിയ മദ്യനയത്തെ കുറിച്ച് കൂടി പറയാം. പുതിയ മദ്യനയത്തിൽ എങ്ങനെയായിരിക്കും? ഫിനാൻസ് ബില്ലിൽ നികുതി നിരക്കുണ്ടെങ്കിൽ പോലും UDF-ലും അതുപോലെ തന്നെ ഘടകകക്ഷികളിലും പുറത്തുനിന്ന് വരുന്ന സമുദായ സംഘടനകളിൽ നിന്നും ഒക്കെയുള്ള അഭിപ്രായങ്ങൾ സ്വീകരിച്ചാണ് അബ്കാരി പോളിസി പ്രഖ്യാപിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മദ്യനയം എതിരായാൽ ഈ നികുതി നിർദ്ദേശം ഉണ്ടെങ്കിലും സർക്കാരിന് മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ഭരണപരമായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബ്രാൻഡ് രജിസ്ട്രേഷൻ നിൽക്കുന്നത്. ഇപ്പോൾ ബെക്കാഡി കമ്പനി, ബെക്കാഡി ബ്രീസർ കേരള എക്സൈസ് വകുപ്പിൽ ബ്രാൻഡായിട്ട് രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് വിൽപ്പനയ്ക്കുള്ള പ്രത്യേക പെർമിറ്റും ലൈസൻസും എക്സൈസ് കമ്മീഷണർ നൽകണം. അത് കൊടുക്കില്ല എന്ന് തീരുമാനിക്കാനായിട്ടുള്ള എല്ലാ അവകാശവും അധികാരവും എം ലിജു നയിക്കുന്ന എക്സൈസ് വകുപ്പിനുണ്ട്, എക്സൈസ് മന്ത്രിയായ എം ലിജുവിനുണ്ട്. ബെവ്കോയുടെ ടെൻഡർ പാസ്സാകണം. കേരളത്തിൽ മദ്യവിതരണത്തിനുള്ള ഏക അവകാശം ബെവറേജസ് കോർപ്പറേഷനാണ്. ബെവ്കോ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ തയ്യാറായിട്ട് ഈ പറയുന്ന സോക്കോൾഡ് ബെക്കാഡി കമ്പനിയുമായി ഒപ്പിടണം. എന്നാൽ മാത്രമേ വരികയുള്ളൂ. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം എസ് വിജയകുമാർ. അല്ലാതെ കോടതി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കുപ്പികൊണ്ട് വെക്കാൻ കഴിയില്ല. ഇത്രയും ഒരു മദ്യവിരുദ്ധ സുജയ പറയുന്നത് പോലെയല്ല, നിയമപരമായ നിലപാട് ഏതായാലും ഈ സർക്കാരിന് ഇല്ല കേട്ടോ. അല്ല, ഇത്രയും ഒരു ലക്ഷ്മിയുടെ ഈ സർക്കാരിൽ വിശ്വസിക്കുന്നു. ഞാൻ VD സതീശൻ നയിക്കുന്ന സർക്കാരിൽ വിശ്വസിക്കുന്നു. അതിലെനിക്ക് രാഷ്ട്രീയമായ കുബുദ്ധി ഇല്ല ലക്ഷ്മി. രാഷ്ട്രീയമായ കുബുദ്ധി ഇല്ല ലക്ഷ്മി. അത് തോന്നുന്നില്ല. അത് തോന്നുന്നില്ല. കുറ്റം പറയാൻ വേണ്ടി കുറ്റം പറയുകയാണ്. വീര്യം കുറഞ്ഞ മദ്യം, എന്ത് കുറ്റം? വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നതിനെ പോലും ഞാൻ കുറ്റം പറയുന്നില്ല. എന്തിനു കുറ്റം പറയുന്നത്? തെളിച്ച് പറയണം, നിലപാട് തെളിച്ച് പറയണം. അതല്ലാതെ ഇവിടെ മുൻ സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയതുപോലെ അങ്ങനെ പറ്റില്ല. ക്ലാരിറ്റി വേണം. അത്രേ ഉള്ളൂ. വെറുതെ കോടതിയിൽ പോയാൽ നടക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ടെൻഡർ ഉണ്ട്, പെർമിറ്റ് ഉണ്ട്, രജിസ്ട്രേഷൻ ഉണ്ട്, അതെല്ലാം വേണം.
പറയൂ എസ് വിജയകുമാർ. ഒരു കാര്യം പറയട്ടെ, ഇവിടെ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ ഒരു നയമുണ്ട് ഇപ്പോൾ. ഇവിടെ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ ഒരു നയമല്ല അത് നികുതി നിരക്കാണ്. ആബ്കാരി പോളിസി മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആബ്കാരി പോളിസി അല്ല ഞങ്ങളുടെ നയമെന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. 2022 അല്ലല്ല 2000 അത് ഇന്നലെ നമ്മൾ ചർച്ചയിൽ പറഞ്ഞതാണ്. 2022-23 അല്ല പറയട്ടെ സുജിയ, 2022-23 വർഷം ഈ കഴിഞ്ഞ LDF സർക്കാരിന്റെ ക്യാബിനറ്റ് അംഗീകരിച്ച നയം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ നയം നിലനിൽക്കുന്നത് കൊണ്ടാണല്ലോ ഈ നികുതി നിർദ്ദേശം വരുന്നത്. നിങ്ങൾ ആ നയത്തിന് പകരം പുതിയ നയം കൊണ്ടുപോവാ. എന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന ബക്കാടി എതിർക്ക് ഞാൻ പറഞ്ഞത് ഓരോ വർഷവുമല്ലേ മദ്യനയം കൊണ്ടുവരുന്നത്? ഓരോ വർഷവും അബ്കാരി നയം അറിയാത്തതല്ലോ. അതായത് 10 വർഷം മുമ്പത്തെ നയമാണോ ഇപ്പോഴുള്ളത്? സർക്കാർ വരാൻ പോകുന്നേ വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ പഴയ മദ്യനയം ഇല്ലാതായോ? പഴയ മദ്യനയം വിജയകുമാർ, പഴയ മദ്യനയം വരാൻ പോകുന്നല്ലോ. ഉണ്ടായിരുന്നു. പിണറായി വിജയനായിരുന്നു മുഖ്യമന്ത്രി. പക്ഷെ അദ്ദേഹം തോറ്റുപോയി. അദ്ദേഹത്തിന്റെ മുന്നണി തോറ്റുപോയി. പ്രതിപക്ഷത്താണ്. ഇപ്പോൾ അദ്ദേഹമല്ല മുഖ്യമന്ത്രി. ആ സർക്കാരിന്റെ മദ്യനയമാണത്. അല്ല സുജയ, 2022-23 പിണറായി വിജയന്റെ സർക്കാരിന്റെ മദ്യനയമാണ്. അല്ല പറയട്ടെ, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ അങ്ങനെ ഒരു പേപ്പറും ഇല്ല, നിങ്ങൾ എങ്ങനെയാണ് നികുതി കൊണ്ടുവരുന്നത്? പിന്നെ നിങ്ങൾ എങ്ങനെയാണ് അവിടെയാണ് വിയോജിപ്പുണ്ടായത്. മുന്നണിയിൽ വിയോജിപ്പുണ്ടായത്. കഴിഞ്ഞ സർക്കാരിന്റെ കോൺട്രഡിക്ഷൻ ഒന്നുമില്ല. മദ്യനയം ഇപ്പോഴുള്ള എസ് വിജയകുമാർ എന്നെ ഒന്ന് പൂർത്തിയാക്കാൻ അനുവദിക്കൂ. താങ്കൾ ഇടയ്ക്കിടയ്ക്ക് താങ്കളെ ലക്ഷ്മി പത്നിയും ഒരു വാചകം പൂർത്തിയാക്കാൻ അനുവദിക്കില്ലെങ്കിൽ എങ്ങനെയാണ് ആശയവ്യക്തത ഉണ്ടാവുക? നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ ചോദിക്കുന്നതിന് സുജിയ ഒരു മറുപടി പറയാം. ഞാൻ ആദ്യം ചോദിക്കട്ടെ, സുജിയ ഒന്ന് കേൾക്കൂ. മറുപടി പറഞ്ഞല്ലോ, നേരത്തെ മറുപടി പറഞ്ഞല്ലോ, അതിന് തിരിച്ചൊന്നും പറയാനില്ലല്ലോ. അല്ല പറയട്ടെ സുജിയ, ആ ഫയൽ ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ ചോദ്യം പ്രസക്തമായതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കൊണ്ടാണ്. അല്ല ക്ലോസ് ചെയ്യുന്നത് അതെന്തിനായി ബാധകമാകുന്നത്? ബാധകമല്ല. ഒരു ഫയൽ ഓപ്പൺ ആയി കിടക്കുന്നുണ്ട്, ഈ സർക്കാരിന് ബാധകമല്ല. VD സതീശൻ ക്ലോസ് ചെയ്താൽ മതി. അപ്പൊ VD സതീശൻ ആ ഫയല് സജീവമാക്കി വെക്കുന്നു. എന്തുകൊണ്ടാ? കേരളത്തിൽ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ അദ്ദേഹം തയ്യാറായതുകൊണ്ട്, അദ്ദേഹത്തിന്റെ സർക്കാർ തയ്യാറായതുകൊണ്ട്. അങ്ങനെ ഒരു നയം ഈ സർക്കാരിന് ഇല്ലെങ്കിൽ ആ ഫയൽ ഈ സർക്കാരിന് ബാധകമല്ല. ക്ലോസ് ചെയ്താൽ മതി. ഈ ഫയൽ മടക്കി വെച്ചാൽ അത് എടുക്കണ്ട. എന്താണ് അർജൻസി? പറയൂ, എന്താണ് അർജൻസി? ഇത് ഒരു അർജൻസിയുമുള്ള വിഷയമല്ല. ഇത് ഇന്ധന സെസ് കുറയ്ക്കേണ്ട അർജൻസി ഈ ഫയലിൽ ഇല്ലല്ലോ. കഴിഞ്ഞ സർക്കാരിന്റെ നയമാണ്. ആ നയം ഈ സർക്കാരിന് ബാധകമല്ല. അതുകൊണ്ട് ആ ഫയലും ബാധകമല്ല. ആ ഫയൽ ഈ സർക്കാർ പരിഗണിക്കേണ്ട. പിന്നെ എന്തിനാണ് ഈ 30 ദിവസം പ്രായമായ സർക്കാർ ആ വീര്യം കുറഞ്ഞ മദ്യത്തിന് വിൽക്കാൻ നികുതി തീരുമാനിക്കുന്നത്? അതാണ് എന്റെ ചോദ്യം. അർജൻസി അല്ലല്ലോ സർക്കാർ കൊണ്ടുവന്ന ബജറ്റ്. നയം വ്യത്യസ്തമാണെങ്കിൽ എന്തിന് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിക്കുന്നത്? എന്തിനാണ്? 3 ദിവസം ഒരു ദിവസം കൊണ്ട് 24 ദിവസം കൈവശം വെക്കുന്നു. ഇതൊക്കെ എന്തിനാണ്? മുന്നണിയോട് ആലോചിക്കുന്നില്ല, പാർട്ടിയോട് ആലോചിക്കുന്നില്ല, ഒറ്റയ്ക്ക് അങ്ങ് തീരുമാനിക്കുകയാണ്, നികുതി കുറയ്ക്കുകയാണ്. എന്തിനത് ചെയ്യും? പഴയ ചരിത്രം ഇങ്ങനെ വിളമ്പാതെ കാര്യമായിട്ട് പറ. വസ്തുത പറ. ഈ 24 ദിവസം 34 ദിവസം എന്ന് പറയുന്നത് വസ്തുത പറ. മദ്യം വിൽക്കാൻ UDF വസ്തുത പറയൂ. നിയമപരമായ വസ്തുത പറയൂ. അല്ലാതെ നയമുണ്ടോ? വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ സംസ്ഥാനത്ത് നയമുണ്ടോ? അല്ലെ, പുതിയ നയം വന്നിട്ടില്ലല്ലോ. ഈ UDF സർക്കാരിന്റെ നയം വന്നിട്ടില്ല, വരാൻ പോകുന്നേ ഉള്ളൂ. ഈ 26-27 സാമ്പത്തിക വർഷത്തെ പുതിയ നയം വരാൻ പോകുന്നേ ഉള്ളൂ. കോടതിയിൽ വന്നാൽ പറയാൻ സർക്കാരിന് ഗ്രൗണ്ട് ഉണ്ട്. അല്ലല്ല, കോടതിയിൽ വന്നാൽ സർക്കാരിന് പറയാൻ ഗ്രൗണ്ട് ഉണ്ട്. ഞങ്ങളുടെ നയം, പുതിയ നയം, ഈ സാമ്പത്തിക വർഷ നയം വരാൻ പോകുന്നതേ ഉള്ളൂ, അതിൽ ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറയും. അല്ലാതെ ഒരു കോടതിക്ക് പറയാൻ പറ്റില്ല. ഈ നികുതി ഇളവ് നിശ്ചയിച്ചില്ലെങ്കിൽ സർക്കാരിന് എന്താ നഷ്ടം വരാൻ പോകുന്നത്? ഇതിനകത്ത് എന്താണ്? സർക്കാർ നിലവിലുണ്ടായിരുന്ന എക്സിസ്റ്റിംഗ് നികുതി ഘടനയിൽ പരിഷ്കരണം വരുത്തുകയാണ് ചെയ്തത്. എന്ത് കാര്യത്തിനാ? ആർക്കാ പ്രയോജനം? തീരുമാനിച്ചിട്ടില്ല സർക്കാർ, പിന്നെന്തിനാ നികുതി തീരുമാനിക്കുന്നത്? അതൊരു ശുപാർശ മാത്രമല്ല, തീരുമാനിക്കുമെന്ന് പറഞ്ഞല്ലോ. മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? UDF ആലോചിക്കുമെന്ന്
പറഞ്ഞില്ലേ UDF ആലോചിച്ചിട്ട് തീരുമാനിക്കുന്ന മുഖ്യമന്ത്രിയുടെ കൃത്യത പറയും. പിന്നെ എന്തിനാണ് ഇതിനകത്ത് തർക്കം? ഇതിനകത്ത് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. വസ്തുതകൾ വെച്ച് ലക്ഷ്മി അതല്ല, വസ്തുതകൾ കൊണ്ട് തരണം. അത് ലക്ഷ്മിയെ കൊണ്ട് പറ്റുന്നില്ല, അതാ കുഴപ്പം. ഒന്ന് പറഞ്ഞോട്ടെ, ഞാൻ ഇത്രയും നേരം ചോദ്യങ്ങൾ കേട്ടല്ലോ, ഒന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോഴേ ഇടപെടുകയാണ്. എനിക്ക് നിങ്ങളുടെ അത്രയും ശബ്ദമുയർത്തി സംസാരിക്കാൻ കഴിയാത്ത ശാരീരിക ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. ഇപ്പോൾ നിങ്ങൾ അവസാനിപ്പിച്ചെങ്കിൽ, ചോദ്യങ്ങൾ കഴിഞ്ഞെങ്കിൽ ഉത്തരത്തിലേക്ക് വരാം. ഇടപെടലുകൾ ഇല്ലെങ്കിൽ വസ്തുതകളാണ് പറയാനുള്ളത്. ജോഷി കുര്യൻ, SP ജയകുമാർ, ലക്ഷ്മി പത്മ 3 പേരുമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. തടസ്സപ്പെടാതിരുന്നത് വേണുബാലകൃഷ്ണൻ മാത്രമാണ്. അങ്ങയുടെ അഭിപ്രായത്തിലേക്ക് വരാം ശ്രീ വേണുബാലകൃഷ്ണൻ. ലക്ഷ്മി പത്മ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മദ്യനയം എന്ന് പറയുന്നത് വർഷാവർഷങ്ങളിൽ സർക്കാർ കൊണ്ടുവരുന്നതാണ്. ഒരു സർക്കാരിന്റെ ഭരണകാലം അവസാനിക്കുന്നതോടുകൂടി ഇടത് സർക്കാരിന്റെ മദ്യനയത്തിന്റെ വാലിഡിറ്റി അവസാനിച്ചു. നിലവിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ സർക്കാരിന് ഇപ്പോൾ ഒരു മദ്യനയമില്ല. മെയ് മാസത്തിൽ പുതിയ UDF സർക്കാർ 18-ാം തീയതി അധികാരത്തിൽ വന്നു. VD സതീശൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. അതോടുകൂടി പഴയ സർക്കാരിന്റെ മദ്യനയത്തിന്റെ കാലാവധി, ആ നയത്തെക്കുറിച്ച് ഇനി പറയാൻ കഴിയില്ല. നികുതി നിരക്കിന്മേലുള്ള പുതിയ നിർദ്ദേശം പുതുക്കിയ ബജറ്റിന്മേൽ കൊണ്ടുവന്നു എന്നത് മാത്രമാണ് VD സതീശൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ആനുവൽ പോളിസിയാണ് മദ്യനയം. അത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രാഥമികമായിട്ടുള്ള കാര്യമാണ്. അബ്കാരി നയം ഓരോ സാമ്പത്തിക വർഷത്തേക്കും സർക്കാർ പ്രത്യേകം രൂപീകരിക്കുന്നതാണ്. ഇനി പുതിയ മദ്യനയം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമ്പോഴേ അതിൽ എങ്ങനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്, വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിലടക്കം അവരുടെ നയം എന്താണ് എന്നത് ആ നയം പ്രഖ്യാപിക്കുമ്പോഴേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ആ നയത്തിൽ കൃത്യമായി ഇടപെടലുണ്ടാകുമെന്ന് എക്സൈസ് മന്ത്രി M. ലിജു പറഞ്ഞതിനെയാണ് ഞാൻ ഈ ചർച്ചയിൽ എന്റെ ആദ്യ ടേക്കിൽ ഞാൻ പറയുകയും ചെയ്തത്. ഇനി വിവാദവും LDF നയവും തമ്മിലുള്ള ബന്ധമാണല്ലോ ഇവിടെ ലക്ഷ്മി പത്മ ചൂണ്ടിക്കാണിച്ചത്. വീര്യം കുറഞ്ഞ മദ്യം, ലോ ആൽക്കഹോൾ ബെവറേജസ്, ഈ വിഭാഗം തരംതിരിച്ചതും അതിനുള്ള ചട്ട ഭേദഗതികൾ വരുത്തിയതും 2022-23 LDF സർക്കാരിന്റെ കാലത്ത് തന്നെയാണ്. മുഖ്യമന്ത്രി VD സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ച കുറഞ്ഞ നികുതി ഘടനയായ 175%, 120% ഒക്കെ ഈ ചട്ടങ്ങളുടെ തുടർച്ചയാണ്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് കണ്ടിന്യൂറ്റി എന്നാണ് സർക്കാർ ഫയലുകളിൽ അതിനെ രേഖപ്പെടുത്തുക. അഡ്മിനിസ്ട്രേറ്റീവ് കണ്ടിന്യൂറ്റിയും അബ്കാരി പോളിസിയും രണ്ടാണ് ലക്ഷ്മി പത്മ. അത് ആദ്യം മനസ്സിലാക്കണം. പഴയ സർക്കാർ തരംതിരിവ് നടത്തി എന്നതുകൊണ്ട് മാത്രം UDF സർക്കാരിന് അത് നടപ്പാക്കണം എന്നുള്ള നിയമപരമായ ബാധ്യതയില്ല. ഈ നികുതി ഇളവ് കൊടുക്കേണ്ടത് കഴിഞ്ഞ നയമല്ല. ലക്ഷ്മി പത്മ ഇപ്പോഴും കാര്യം മനസ്സിലാക്കുന്നില്ല. ലക്ഷ്മി പത്മ ഇതൊന്ന് കേൾക്കൂ, ക്ഷമയോടെ ഒന്ന് കേൾക്കൂ, മനസ്സിലാക്കൂ, ഒന്ന് പറയാൻ അനുവദിക്കൂ. അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കണ്ടിന്യൂറ്റിയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്, അതല്ലാതെ നയമല്ലാതെ. UDFന്റെ ലക്ഷ്മി പത്മ കൊടുക്കില്ല സുജ, ക്ലീൻ ചിറ്റ് കൊടുക്കുന്നൊന്നുമല്ല. ലക്ഷ്മി പത്മയ്ക്ക് കാര്യം മനസ്സിലാകാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ VD സതീശന് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരാളല്ല. അത് ഞാൻ മറ്റീഷയിൽ സംസാരിക്കുന്നത് കേട്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും. SP ജയകുമാറിലേക്ക് വരാം. ഒന്ന് പറയട്ടെ ലക്ഷ്മി പത്മ, വസ്തുതകൾ പറയുമ്പോൾ വസ്തുതകൾ വെച്ച് എതിർക്കൂ. ലക്ഷ്മി പത്മ, വസ്തുതകൾ ഉണ്ടെങ്കിൽ വസ്തുതകൾ വെച്ച് എതിർക്കൂ. അല്ല, ഈ പറയുന്ന ഈ ഡെക്കറേഷൻസ് വെച്ചല്ല, വസ്തുതകൾ വെച്ച് എതിർക്കൂ. ഞാൻ വസ്തുതകളാണ് ഇതുവരെ പറഞ്ഞത്. അപ്പോൾ മുൻ സർക്കാരിന്റെ നയങ്ങൾക്ക് ഇപ്പോൾ വാലിഡിറ്റി ഇല്ല. ലക്ഷ്മി, മുൻ സർക്കാരിന്റെ ഒരേ കാര്യമാണ് പറയുന്നത്. ഈ നികുതി ഇളവ് ഒരേ കാര്യമാണ് പറയുന്നത്. ഇല്ല, ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചില്ല എങ്കിൽ എന്താണ്? അതിനാണ് മറുപടി കിട്ടാത്തത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഈ നികുതി ഇളവ് ഈ ബജറ്റിൽ വന്നില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക? ഈ നികുതി ഇളവ് ഈ ബജറ്റിൽ ഈ പുതുക്കിയ ബജറ്റ് തയ്യാറാക്കിയത് ഒരു നികുതി ഇളവ് ഞാനത് പറഞ്ഞോട്ടെ. പ്രകോപിപ്പിക്കാൻ VM സുധീരനല്ല മുഖ്യമന്ത്രി, VD സതീശനാണ്. വടശ്ശേരി ദാമോദര മേനോൻ സതീശനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. VM സുധീരൻ അല്ല ലക്ഷ്മി പത്മ. അത് മുഖ്യമന്ത്രിയുടെ ഈ ബജറ്റ്, പുതുക്കിയ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിയുടെ ഡിസ്ക്രിഷണറി പവറാണ്. ലക്ഷ്മി പത്മ ഈ പറയുന്ന വിശേഷണത്തിലേക്ക് പോകാതെ, ലക്ഷ്മി പത്മ വാലിൽ പിടിച്ച് തൂങ്ങാതെ, തലയിൽ പിടിച്ച് കാര്യങ്ങൾ പറയൂ. വാലിൽ പിടിച്ച് തൂങ്ങാതെ. ഞാൻ ഇതിലേക്കൊന്ന് വരട്ടെ. മദ്യനയത്തെ കുറിച്ചാണ് പറയുന്നത്. സമ്മതിക്കൂ. നിങ്ങൾ 5 മിനിറ്റ് ചോദ്യം ചോദിച്ചു SP ജയകുമാർ, അതിന് ഉത്തരം പറയാൻ 3 മിനിറ്റെങ്കിലും തരൂ. SP ജയകുമാർ 5 മിനിറ്റ് ചോദിച്ചു. 5 മിനിറ്റ് ചോദിച്ചു. 10 മിനിറ്റ് ഒന്നും മറുപടി പറഞ്ഞിട്ടില്ല. 10 മിനിറ്റ് ഒന്നും മറുപടി പറഞ്ഞിട്ടില്ല. 10 മിനിറ്റ് മറുപടി പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഉത്തരമില്ലാതെ വരുമ്പോൾ മുഖ്യമന്ത്രി ഇന്നയാണെന്ന് വരെ VM സുധീരനെ കുറിച്ച് ഞാൻ ഉത്തരമാണ് പറഞ്ഞത്. നിങ്ങൾ രണ്ടുപേരും കൂടി 2 കാര്യങ്ങളാണ്, വിരുദ്ധ ധ്രുവങ്ങളിലാണ്. നിങ്ങൾ ഒന്നിച്ചാണ് വാദിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പോയിന്റിലെങ്കിലും ഒന്ന് ഒന്നിച്ചു നിൽക്കൂ.
അല്ല, ഒരേ ഇല്ല, കാര്യത്തിൽ തന്നെ ഒന്നിച്ച് രണ്ട് വാദിക്കുന്ന തരത്തിലാണ് നിങ്ങൾ വിരുദ്ധ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു വസ്തുത ചൂണ്ടിക്കാട്ടിയതാണ്. കഴിഞ്ഞ സർക്കാരിന്റെ നയം നടപ്പിലാക്കാൻ വേണ്ടിയാണോ ഈ സർക്കാരിനെ ജനങ്ങൾ നയം നടപ്പിലാക്കില്ല, ആ നയം അവസാനിച്ചു. എസ് വിജയകുമാർ മനസ്സിലാകാത്ത എന്താണ്? എസ് വിജയകുമാർ, ആ മദ്യനയത്തിന്റെ വാലിഡിറ്റി അവസാനിച്ചു. യു ഡി എഫ് സർക്കാരിന്റെ പുതിയ മദ്യനയം വരണം. നികുതി നിശ്ചയിക്കുന്നത് അവസാനിച്ച നയത്തിന്റെ അല്ല, നയത്തിന്റെ തുടർച്ചയല്ല വി ഡി സതീശൻ ചെയ്തത്. അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടാണ് അവിടെ ചെയ്തിരിക്കുന്നത്. നയത്തിന്റെ തുടർച്ചയല്ല, നയത്തിന്റെ തുടർച്ചയല്ല. നികുതി ഇളവിന്മേലുള്ള തീരുമാനം ഈ സർക്കാരിന്റേതാണ്. എന്താ സംഭവിക്കുക? നികുതി ഇളവ് ഇല്ല എങ്കിൽ എന്താ സംഭവിക്കുക? ഘട്ടഘട്ടമായി മദ്യവ്യാപനം കുറച്ചു കൊണ്ടുവരിക എന്ന നയത്തിലേക്കായിരിക്കും പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അത് വി ഡി സതീശൻ ചെയ്തതെല്ലാം ശരിയാണെന്ന് ഞാൻ ഇവിടെ പറഞ്ഞില്ല. ഞാൻ നിങ്ങൾ പറഞ്ഞ അബ്കാരി പോളിസിയും അതുപോലെ തന്നെ നികുതി നിർദ്ദേശവും രണ്ടാണെന്ന് നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കുറച്ച് കൂടുതൽ സമയം എടുക്കേണ്ടി വന്നത്. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ അത് വിടുകയാണ്. എപ്പോഴെങ്കിലും നിങ്ങൾ അത് വായിച്ച് മനസ്സിലാക്കൂ. അല്ല, എന്റെ ചോദ്യത്തിന് മറുപടി കിട്ടാത്തോണ്ടാണ് ഞാൻ ആവർത്തിക്കുന്നത്. കഴിഞ്ഞ എന്താണ് ചോദ്യം? ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു, താങ്കൾക്ക് മനസ്സിലാവുന്നില്ല. ബാധ്യതയില്ല, ബാധ്യതയില്ല, അല്ല ബാധ്യതയില്ല. നയത്തിന്റെ കാലപരിധി കഴിഞ്ഞു. എസ് വിജയകുമാർ, ചോദ്യത്തിന് ഉത്തരം കിട്ടി. ബാധ്യതയില്ല, ആവർത്തിച്ചോണ്ടിരിക്കും. ബാധ്യതയില്ല, എന്റെ ചോദ്യത്തിന് ബാധ്യതയില്ല. എസ് വിജയകുമാർ, താങ്കൾക്ക് മനസ്സിലാകാത്തത് എന്താണ്? താങ്കളുടെ ചോദ്യം എന്താണ്? ഒന്നുകൂടി പറയൂ. താങ്കളുടെ ചോദ്യം എന്താണെന്ന് വ്യക്തമാക്കൂ. താങ്കളുടെ ചോദ്യത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ആണോ? അല്ല, പറഞ്ഞു കഴിഞ്ഞു. അല്ല, ആ നയത്തിന്റെ കാലപരിധി കഴിഞ്ഞു. കഴിഞ്ഞ സർക്കാർ ഇറങ്ങുന്നതോടെ ആ നയത്തിന്റെ കാലപരിധി കഴിഞ്ഞു. അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കണ്ടിന്യൂറ്റി മാത്രമേ ഉള്ളൂ. അഡ്മിനിസ്ട്രേറ്റീവ് കണ്ടിന്യൂറ്റി മാത്രമേ ഉള്ളൂ. എക്സിസ്റ്റിംഗ് ഫയലാണ്. അഡ്മിനിസ്ട്രേറ്റീവ് കണ്ടിന്യൂറ്റി മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത്. ബാധ്യതയില്ല, ബാധ്യതയില്ല. വി ഡി സതീശന് പറയുന്നത് അത് കൊള്ളാം, അത് കൊള്ളാം. ലക്ഷ്മി ചിന്തിക്കാൻ കഴിയാത്തത് എന്റെ കുഴപ്പമല്ല. ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത്. വി ഡി സതീശൻ അല്ല, വി ഡി സതീശൻ പറയുന്നത് ഏറ്റു പറയാനല്ല സുജയ പാർവതി ഇരിക്കുന്നത്. നയമല്ല ഈ സർക്കാരിന് അഡ്മിനിസ്ട്രേറ്റീവ് ബാധ്യതയില്ല എന്ന് പറയുന്നുണ്ട്. ഈ സർക്കാർ അഡ്മിനിസ്ട്രേറ്റീവ് കണ്ടിന്യൂറ്റി മാത്രമാണ് ഇവിടെ ചെയ്തത്. അതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുമെന്ന് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും പറയുന്നുണ്ട്. എസ് വിജയകുമാർ, ആ നികുതി നിർദ്ദേശം തെറ്റാണ് എന്ന മുന്നണിക്കുള്ളിൽ അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്താനാണല്ലോ ഘടകകക്ഷികളിരിക്കുന്നത്. ധനബില്ലിൽ കൊണ്ടുവന്നത് അത് പാസ്സാക്കും. പക്ഷേ ലക്ഷ്മി പത്മ ധനബില്ല്, ഞാൻ പറയുന്നത് കൃത്യമായ കാര്യങ്ങളാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന എസ് വിജയകുമാറിന് മനസ്സിലാകില്ല. എസ് വിജയകുമാർ ആഗ്രഹിക്കുന്ന രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് മനസ്സിലാവാത്തത്. വെസ്റ്റഡ് ഇൻട്രസ്റ്റോടെ പറയാൻ എന്നെ കിട്ടില്ല എസ് വിജയകുമാർ. വെസ്റ്റഡ് ഇൻട്രസ്റ്റോടെ വി ഡി സതീശനെ വേട്ടയാടാനായിട്ടുള്ള നീക്കമാണെങ്കിൽ അതിന് എന്നെ കിട്ടില്ല. കൃത്യമായി തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മറുപടി പറയാൻ കഴിയില്ലല്ലോ. വസ്തുതാപരമായ ചോദ്യമാണ് എന്റെ ചോദ്യം. ഞാൻ പറയുന്നതിലെ വസ്തുതയില്ലായ്മ ഏതാണ്? എസ് വിജയകുമാർ, ഐ ചാലഞ്ച് യു. ഞാൻ ഇവിടെ പറഞ്ഞ വാചകങ്ങളിൽ വസ്തുതയില്ലാത്ത ഒരു വാചകം ചൂണ്ടിക്കാട്ടാൻ പറ്റുമോ? ഞാൻ നിങ്ങൾക്കുള്ള മറുപടികളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്കത് മനസ്സിലാകാത്തത് എന്റെ കുഴപ്പമല്ല. ലോകത്ത് കേട്ടുകഴിവ് പോലും ഇല്ലാത്ത കാര്യമാണിത്. എന്താണ് ഈ സർക്കാർ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അത് ചെയ്ത കാര്യങ്ങളെ ഞാൻ ന്യായീകരിക്കുന്നില്ല. വി എം സുധീരൻ അറിയില്ല, എനിക്കറിഞ്ഞൂടാ. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. വി ഡി സതീശനെ പാടി പുകഴ്ത്തിയത് ആരാണെന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് അറിയാം. ഞാൻ അതും ചെയ്തിട്ടില്ല. ഈ സർക്കാരിന് എന്ത് ബാധ്യതയാണുള്ളത്? കഴിഞ്ഞ സർക്കാരിന്റെ ബാധ്യതയുണ്ടെന്ന് ആര് പറഞ്ഞു? കഴിഞ്ഞ സർക്കാരിന്റെ നയം നടപ്പാക്കുകയല്ല, കഴിഞ്ഞ സർക്കാരിന്റെ നയം നടപ്പാക്കുകയല്ല, നിങ്ങൾ ആവർത്തിക്കുകയാണ്. ആവർത്തന വിരസതയുണ്ടാകുന്നു എസ് വിജയകുമാർ, നിങ്ങൾ ആവർത്തിക്കുകയാണ്. പിന്നെന്താണത്? പിന്നെന്താണ് ചെയ്യുന്നത്? കഴിഞ്ഞ സർക്കാരിന്റെ നയം വി ഡി സതീശൻ നടപ്പാക്കുന്നില്ല. നികുതി നിർദ്ദേശം വന്നതിൽ അപാകതയുണ്ട്. നികുതി നിർദ്ദേശം വന്നതിൽ അപാകതയുണ്ടെന്ന് അവർക്ക് തന്നെ മനസ്സിലായല്ലോ. അത് തിരുത്താൻ അവർ യു ഡി എഫിന് വിട്ടല്ലോ. യു ഡി എഫിലായിരിക്കും മദ്യനയം തീരുമാനിക്കുക എന്ന് പറഞ്ഞല്ലോ. പിന്നീട് നിങ്ങൾക്ക് എന്താണ് സംശയം? അത്രയും കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ നോക്കല്ലേ? ധനബില്ലിൽ ഒഴിവാക്കാൻ കഴിയില്ലല്ലോ. യു ഡി എഫിന് നയമില്ല, നികുതി നിർദ്ദേശം ബഹളം വെച്ചിട്ട് കാര്യമില്ല. ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. പറഞ്ഞല്ലോ ധനബില്ലിൽ നിന്നുകൂടി ഒഴിവാക്കണം. ഇതൊക്കെ നടപടിക്രമങ്ങൾ
പിന്നെ മദ്യനയത്തിന്റെ ഭാഗമല്ല, പുതിയ മദ്യനയം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇത് ചുമ്മാ പുതിയ മദ്യനയം വരട്ടെ. പെട്ടിക്കടയിൽ കോളാവിക്കുന്ന കാര്യമല്ലല്ലോ. കോളാവിക്കുന്ന ഡയറക്ടർ ചോദ്യം, ആ നടപടിക്രമം പാലിക്കാൻ ഈ സർക്കാരിന് നിയമപരമായോ ധാർമ്മികമായോ ബാധ്യതയുണ്ട്? അല്ല, ഒരു സർക്കാർ എന്ന് പറയുന്ന മറ്റൊരു സർക്കാരിന്റെ തുടർച്ചയല്ലേ? ഒരു സർക്കാർ എന്ന് പറയുന്ന മറ്റൊരു സർക്കാരിന്റെ തുടർച്ചയാണ്. അതാ മുഖ്യമന്ത്രി ഡിസ്ക്രിപ്ഷൻ അല്ലേ, സർക്കാരിന്റെ ഡിസ്ക്രിപ്ഷൻ. അങ്ങനെ ഇഷ്ടമുള്ള തീരുമാനമല്ല. ധനമന്ത്രിയായ മുഖ്യമന്ത്രിക്ക് ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരാണ്. LDF-ന് നയം ഉണ്ടായിരുന്നു, അതവർ നടപ്പാക്കി. UDF-ന് നയം വരും. UDF-ന് നയം വരുന്നതേ ഉള്ളൂ. UDF-ന് നയം വരുന്നതേ ഉള്ളൂ. ലക്ഷ്മി സർക്കാരിന്റെ തുടർച്ചയാണ് മറ്റൊരു സർക്കാർ, അല്ലാതെ അതിന്റെ സെപ്പറേറ്റ് അല്ല. പക്ഷേ നയം വ്യത്യസ്തമായിരിക്കും. ആ നയം തീരുമാനിക്കാനുള്ള അവകാശം പുതിയ സർക്കാരിനാണ്. നയം വരട്ടെ. ആ കഴിഞ്ഞ മദ്യനയത്തിന്റെ ഭാഗമാണ് നികുതി. മദ്യനയത്തിന്റെ ഭാഗമാണ് നികുതി. മദ്യനയത്തിന്റെ ഭാഗമാണ് നികുതി. നികുതി വേറെ ഒന്നുമില്ല. നിങ്ങൾ ആവർത്തിക്കുകയാണ്. ജോഷി കുര്യൻ എസ് വിജയകുമാർ അല്ലല്ല, അഡ്മിനിസ്ട്രേറ്റീവ് കണ്ടിന്യൂറ്റിയാണ് നികുതി നിർദ്ദേശം എന്ന് പറയുന്നത്. നിയമപരമായ ബാധ്യതയാണെന്ന് ആരും പറഞ്ഞില്ല. കോടതിയിൽ പോയിട്ട് കാര്യമില്ല എന്നത് പൊളിഞ്ഞപ്പോൾ പുതിയ കാര്യവുമായി വരികയാണ്. ലക്ഷ്മി വി ഡി സതീശൻ വായിക്കുന്ന പുസ്തകമല്ല സുജയ പാർവതി വായിക്കുന്നത്, അത്രയും മനസ്സിലാക്കിയാൽ മതി. എനിക്ക് പറയാനുള്ള വാദങ്ങൾ കൃത്യമായി ഞാൻ വന്ന് ഇവിടെ പറയും. അതിനെ വാദങ്ങൾ കൊണ്ട് ഖണ്ഡിക്കാൻ പറ്റുമെങ്കിൽ ഖണ്ഡിക്കും. ലക്ഷ്മിയോടൊന്ന് കൺസൾട്ട് ചെയ്യാൻ പറയാം. അതല്ല, സമൂഹത്തിലുള്ള വ്യക്തിപരമായി അധിക്ഷേപിക്കേണ്ട. അല്ല, വ്യക്തിപരമായി അധിക്ഷേപിക്കേണ്ടതില്ല. ആരും ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കേണ്ടതില്ല. വസ്തുതകൾ വെച്ചുള്ള ചർച്ചയാണ് ഈ പരിപാടിയിൽ ആവശ്യം. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം. ഇന്നത്തെ ബിഗ് എഡിറ്റോറിയൽ ഈ വിഷയത്തിൽ പൂർത്തിയാവുകയാണ്. ലക്ഷ്മി, സമയം കഴിഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്ന സമയത്ത് കൃത്യമായി വാദങ്ങൾ വെക്കാമായിരുന്നു. ഇന്നത്തെ സമയം കഴിഞ്ഞു. ഇന്നത്തെ ബിഗ് എഡിറ്റോറിയൽ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അന്വേഷണവുമായി അപർണ കാർത്തിക. നമസ്കാരം.